മൂന്നാമത്തെ പ്രാവശ്യം തേരിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജാവിന് സംശയമുണ്ടായത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ഭടന്മാരെ കൊന്നു വീഴ്ത്തി. എത്രയെത്ര സ്ത്രീകളാണ് വിധവകളായത്, എത്രയെത്ര കുട്ടികളാണ് അച്ഛനില്ലാതായത്, നാഥനില്ലാതായത്. ഇങ്ങനെ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് തൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കുരുതി കൊടുത്ത ഈ ഭീകരമായ ഹിംസ, അതെങ്ങനെ പാപം ഞാൻ കഴുകിക്കളയും എന്ന് ചോദിച്ചപ്പോഴാണ് അശ്വമേധയാഗം കൊണ്ട് ഞാൻ യജിച്ചില്ലേ. അപ്പോൾ ഒന്നും കൂടി കൺഫ്യൂഷനായി. ഒരു ഹിംസയ്ക്ക് പകരമായിട്ട് മറ്റൊരു ഹിംസ എങ്ങനെ പ്രായശ്ചിത്തമാവും? കുരുക്ഷേത്ര യുദ്ധത്തിലെ കൂട്ടക്കുരുതി എന്ന ഹിംസയ്ക്ക് പകരം യാഗം ചെയ്താൽ അതിലുമില്ലേ ഹിംസ? ഒരെണ്ണത്തിനെ കൊന്നതിന് പാപമായിട്ട് വേറൊരു ആളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ പാപം തീരും? എല്ലാം ജീവനല്ലേ. ഒരു ഹിംസയ്ക്ക് പകരം വേറൊരു ഹിംസ എങ്ങനെ പ്രായശ്ചിത്തമാവും? അപ്പോഴാണ് ഭഗവാൻ ഇതിനറിയില്ല എന്ന് നടിച്ചുകൊണ്ട് മുത്തച്ഛനായ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് ചെന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം 58 ദിവസം ശരശയിൽ കിടക്കുന്ന ആ ഭീഷ്മന്റെ അടുത്തേക്ക് ദിവശ്ചുതമിവാമരം, മാനത്തുനിന്ന് പൊട്ടി വീണ ദേവനെ പോലെ ശോഭിക്കണു. പഞ്ചപാണ്ഡവന്മാരെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. പഞ്ചപാണ്ഡവന്മാര് ഭഗവാൻ ഒരുമിച്ച് ഭീഷ്മന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ലോകത്തിലുള്ള സകല മുമുക്ഷുക്കളും അവിടെ ചേർന്നു. അനേകം ഋഷിമാര്, അനേകം സജ്ജനങ്ങൾ. ആകാശത്താണെങ്കിലോ ദേവന്മാര്, അസുരന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, ഗഗനചാരികൾ മുഴുവൻ അണിനിരന്നു. ഒരു വലിയ സത്സംഗം. ഇത്രയധികം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടാൻ എന്താ കാരണം? ഒരു വലിയ സത്സംഗം. ആ സത്സംഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഭക്തന്റെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലണു. സാധാരണ നേരെ തിരിച്ചല്ലേ പതിവ്. ഭഗവാന്റെ അടുത്തേക്ക് ആ ഭക്തന്മാർ പോവുക. ഇവിടെ ഭക്തന്റെ അടുത്തേക്ക് ഭഗവാൻ പോണു. അപ്പോൾ ആ ഭക്തന്റെ മാഹാത്മ്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ തന്നെ എഴുന്നള്ളണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ മാഹാത്മ്യം. ഒരു വലിയ സത്സംഗം, ഭക്തന്റെ അടുത്തേക്ക് ആ ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ചെല്ലുന്ന വലിയ സത്സംഗം. അവിടെ അങ്ങനെ ചെന്നു. കെടാൻ പോകം തീ കണക്കെ കണ്ടുക അങ്ങേയനെ തജാ കുഞ്ഞുകുട്ടൻ നമ്പരാൻ പറയണു. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. ഇതുപോലത്തെ ഒരു പ്രകാശം ഭീഷ്മരുടെ മുഖത്ത്. പഞ്ചപാണ്ഡവന്മാരെ അങ്ങോട്ട് കണ്ടപ്പോൾ വാത്സല്യം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഭഗവാനെ കണ്ടപ്പോൾ ഭക്തി കൊണ്ട് കണ്ണു നിറഞ്ഞു. കണ്ണ് നിറഞ്ഞു വഴിഞ്ഞിങ്ങാൻ ഒഴുകാൻ തുടങ്ങി. അണക്കെട്ട് പൊട്ടിയ നദി ഒഴുകുന്നത് പോലെ കുറേ കണ്ണീരങ്ങോട്ട് പോയപ്പോൾ ഭഗവാനോട് കണ്ണോണ്ട് കാണിച്ചു, എൻ്റെ അടുത്ത് ഇരിക്കൂ എന്ന്. ഭഗവാൻ കാൽക്കലിരുന്നു. ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. ത്രൈലോക്യനാഥനായ ഭഗവാനെ പൂജിക്കണമെന്ന് മോഹമുണ്ട് ഭീഷ്മർക്ക്. പക്ഷേ കൈകളിൽ മുഴുവൻ അസ്ത്രങ്ങൾ തറച്ചിരിക്കുക. മനസ്സുകൊണ്ട് അങ്ങോട്ട് പൂജിച്ചു. പാണ്ഡവന്മാരെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു, യുധിഷ്ഠിര, നിങ്ങൾ എത്രയെത്ര ക്ലേശമാണ് അനുഭവിച്ചത് എന്ന് കയ്യും കണക്കുണ്ടോ? ധർമ്മത്തിൽ നിന്ന് അണുപോലും ചലിക്കാത്ത അങ്ങ്, 10,000 ആനകളുടെ ബലമുള്ള ഭീമസേനൻ, ത്രൈലോക്യവീരനായ അർജുനൻ, മിടുമിടുക്കന്മാരായ നകുല സഹദേവന്മാര്, സർവോപരി ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ദുഃഖങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. എത്രയെത്ര ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചത് എന്ന് കയ്യിൽ കണക്കുണ്ടോ? എന്താ ഇതൊക്കെ കാരണം? സർവം കൃഷ്ണകൃതം മന്യേന്ന് പറയാൻ തുടങ്ങിയതാ. ഭഗവാൻ അപ്പം കണ്ണടച്ച് കാണിച്ചു ഭീഷ്മരോട്, എൻ്റെ പേര് പറയരുതെന്ന്. അപ്പം മാറ്റി ഭഗവാൻ. ആ വാക്കുകൾ ഭഗവാൻ പറഞ്ഞപ്പം മാറ്റി. സർവം കാലകൃതം മന്യേന്ന്. ഇതെല്ലാം കാലത്തിൻ്റെ കുത്തൊഴുക്ക. ആരാ കാലം? അന്തപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി. ആ കാലത്തിനെ സംസ്കൃതത്തിൽ കാലം എന്ന് പറയണു, മലയാളത്തിൽ നമ്മൾ കാലൻ എന്ന് പറയണു. എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന ആള് സാക്ഷാൽ ജഗദീശ്വരൻ.
വ്യംഗ്യമായിട്ടാണ് പറഞ്ഞത്. കൃഷ്ണന്റെ പേര് പറഞ്ഞില്ല, സർവം കാലകൃതം മന്യേ എന്നാ പറഞ്ഞത്. ഏറ്റവും അവസാനം പറഞ്ഞ് ഭഗവാന്റെ മാഹാത്മ്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ മുമ്പിൽ ഈ കള്ളച്ചിരി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യം ആരാണെന്ന് നിങ്ങൾക്കറിയോ? എം മന്യസേ മാരുതലേയും അല്ലേ? നിങ്ങളുടെ അമ്മാമൻ്റെ മകൻ, നമ്മുടെ മച്ചിനൻ കൃഷ്ണൻ. കൃഷ്ണ അതിൽ കൊണ്ടുപോവാ, കൃഷ്ണ ഇത് വേണമെന്ന് പറയും. നിങ്ങളുടെ സെർവൻ്റായിട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ദാസനായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ എന്നല്ലേ വിചാരിച്ചേ? അല്ല. പ്രിയം അല്ല, മിത്രം അല്ല, സുഹൃത്തമം അല്ല, അകരോ സചിവം മന്ത്രി അല്ല, ദൂതം അല്ല, സൗഹൃദാധ സാരഥിം. അർജുന, നിന്റെ സാരഥിയാക്കിയില്ലേ? നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് തോളത്തിട്ട് കൈയിട്ട് നടന്നു, നിങ്ങളുടെ മന്ത്രിയായിട്ട്, ദൂതനായിട്ട്, കൂട്ടുകാരനായിട്ട്, സാരഥിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ എന്തെല്ലാം 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 വേഷങ്ങൾ കെട്ടി നിങ്ങൾ തോളത്ത് കൈയിട്ട് നടന്നില്ലേ? എന്നിട്ട് മനസ്സിലാക്കിയോ ഇതാരാണ് എന്നുള്ളത്? മനസ്സിലാക്കിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. അദ്യോ നാരായണ പുമാൻ, ആദിനാരായണമൂർത്തിയാണ്. ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന സാക്ഷാൽ ത്രൈലോക്യനാഥൻ നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ്റെ വേഷം കെട്ടി ഗൂഢശ്ചരതി വിഷ്ണുഷു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസി ഡ്രസ്സ് കിട്ടിയിരിക്കുന്ന ആളായിരിക്കണം. ലേറ്റസ്റ്റ് ഫാൻസി ഡ്രസ്സാണ് ഈ കൃഷ്ണവേഷം. എം മന്യസേ മാതുലേയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മന്ത്രിയുടെ പാതിരാജ്യമതെങ്കിലും നിർമ്മ പാണ്ഡവർക്ക് കൊടുക്കണേന്ന് പറഞ്ഞ ദൂതനാക്കിയില്ലേ, മന്ത്രിയാക്കിയില്ലേ, അർജുന നിന്റെ സാരഥിയാക്കിയില്ലേ? ഇത്ര ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ടും ഈ ചൈതന്യത്തിൻ്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. അദ്യോ നാരായണ പുമാൻ. ആ ഭഗവാന്റെ മാഹാത്മ്യം ഭഗവാൻ മഹാദേവന്, ശൃംഗവൃത്തദേവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദേവർഷി നാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപ. ആ കപിലവാസുദേവൻ അറിഞ്ഞിട്ടുണ്ടാവും, ശ്രീനാരദ മഹർഷി അറിഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വേറെ ആരും കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന സാക്ഷാൽ ആദിനാരായണമൂർത്തി ഒരു വേഷം കിട്ടിയിട്ട് ഗൂഢശ്ചരതി വിഷ്ണുഷു. നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ്റെ വേഷം കെട്ടി വന്നിരിക്കുക. മനസ്സിലാക്കിയില്ലല്ലോ നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാ? യുധിഷ്ഠിരാ, നിന്റെ ചോദ്യങ്ങൾക്ക് എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനല്ല. ഇനി അങ്ങനെ ഒരു ധാരണ അത് വേണ്ട. ഈ എളിയ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അഥാപ്യേകാന്ത ഭക്തേഷു പശ്യ ഭൂപ അനുകമ്പിതം. ആ ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യം. എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്ന് ഭഗവാൻ അസലായിട്ട് അറിയാം. പക്ഷേ എന്നെ അനുഗ്രഹിക്കണ എന്ത് വേണം? ഇങ്ങോട്ട് വരണം. അതാ ഭഗവാൻ പറഞ്ഞത്. ഇങ്ങനെ ഈ ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവൻ മുച്യതേ കാമകർമ്മഭി, സകല കർമ്മങ്ങളിൽ നിന്നും അവൻ മോചിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്നെ ഈ എളിയ ദാസനെ അനുഗ്രഹിക്കാനുള്ള ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യമാണ് കണ്ടതിപ്പോൾ. അല്ലാതെ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കാനൊന്നുമല്ല. ഹേ ഭഗവാനെ, ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്നത് വരെ അവിടെ നിന്ന് എൻ്റെ അടുത്തിരിക്കണം. ഭഗവാൻ കള്ളച്ചിരി ഇരിച്ച് തലയാട്ടി. ആയിക്കോട്ടെ, ഏതാനും നിമിഷങ്ങളല്ലേ ഉള്ളൂ. കണ്ണോണ്ട് കാണിച്ചു യുധിഷ്ഠിരനോട്, സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തീർത്തോളൂ, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മുത്തച്ഛനെ ഞാനിങ്ങോട്ട് സ്വാംശീകരിക്കും. ശരന്തു ജീവം പരമേവ ലക്ഷ്യം എന്ന രീതിയിൽ ജീവാത്മാവായ ഭീഷ്മര് പരമാത്മാവായ എന്നിൽ വന്ന് ലയിക്കും. എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം തീർത്തോളൂ, ഡോണ്ട് വേസ്റ്റ് ടൈം, സമയം പാഴാക്കണ്ട. ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. രാജധർമാൻ, മോക്ഷധർമാൻ, സ്ത്രീധർമാൻ, എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ മഹാഭാരതത്തിൽ 500-ലധികം അധ്യായങ്ങളിൽ പറഞ്ഞത് 4 ശ്ലോകത്തിൽ അങ്ങോട്ട് ഒതുക്കി. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം. സർവവേദേതിഹാസങ്ങളുടെയും ഗിസ്റ്റ് മാത്രം, പോയിന്റ് മാത്രം എടുത്തിട്ടാ ഭാഗവതം എഴുതുക. കാരണം പരീക്ഷത്തിന് 7 ദിവസമേ ആയുസുള്ളൂ. അതുകൊണ്ട് 500-ലധികം അധ്യായങ്ങളിൽ മഹാഭാരതത്തിൽ പറഞ്ഞത് 4 ശ്ലോകത്തിൽ. സംശയങ്ങളൊക്കെ തീർന്നില്ലേ? തീർന്നു. പിന്നീട്
ആ ഭഗവാന്റെ കൃഷ്ണേല സൽപീതപടേ ചതുർഭുജേ. പിന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പിൻവലിച്ച് മുമ്പിലിരിക്കുന്ന ഭഗവാനിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചു. വിശുദ്ധയാധാരണയാ ഹതാശുഭ തദീക്ഷൈവാശുഗതായുധൗവ്യഥ. ഭഗവാനെ ഇവിടെ മുമ്പിൽ കണ്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ മുഴുവൻ അസ്ത്രങ്ങളാണുള്ള കഥ പോലും മറന്നു. തൻ്റെ ശരീരത്തിൽ മുഴുവൻ കീറി മുറിച്ചേക്കാണ് അസ്ത്രങ്ങൾ, അതൊക്കെ മറന്നു. ഭഗവാനാകുന്ന അമൃതസാഗരം മുമ്പിലിരിക്കുമ്പോൾ ഭേഷജവും ഭിഷക്കുമായിരിക്കുന്ന ഏറ്റവും വലിയ ഡോക്ടറാരാ? ഭഗവാൻ. ധന്വന്തരമൂർത്തിയായിട്ട് അവതരിച്ച ആള്. ഏറ്റവും വലിയ ഭേഷജം മെഡിസിൻ ആരാ? അതും ഭഗവാൻ. സഹസ്രനാമത്തിൽ പറയണ്ടേ ഭേഷജം ഭിഷക്. ആ ഭിഷക്വരനായിരിക്കുന്ന ഭഗവാൻ മുമ്പിൽ വന്ന പിന്നെ ആർക്കെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുമോ? ആ ഭേഷജം ഭിഷക്കായിരിക്കുന്ന ആ ചൈതന്യമൂർത്തിയെ തദീക്ഷയൈവാശു ഗതായുധൗവ്യഥ. ഗുരുവായൂർ ചെന്നിട്ട് ആ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ആ മേഘസുന്ദര രൂപം കൂടെ കാണുമ്പോൾ നമ്മൾ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതമാവണില്ലേ? ഇതുപോലെ ആ ഭീഷ്മപിതാമഹൻ ത്രൈലോക്യമോഹനമായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം കൂടെ കണ്ടപ്പോൾ തദീക്ഷയൈവാശു ഗതായുധൗവ്യഥ. തൻ്റെ ശരീരത്തിൽ മുഴുവൻ കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ നിറച്ചിരിക്കുകയാണെന്നോ ഭീകരമായ വേദനയുണ്ടെന്നോ ഒന്നുമില്ല. ഭേഷജവും ഭിഷക്കുമായിരിക്കുന്ന ആ ത്രൈലോക്യനാഥൻ മുമ്പിൽ വന്ന സമയത്ത് സകലതും കൂടെ മറന്നു. പിന്നെ ഗംഭീരമായിട്ട് അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. ഇതിമതിരുപകൽപ്പിതാവിതൃഷ്ണ ഭഗവതി സത്വത പുങ്കവേ വിഭുംനി സുസുഖമുപഗതേ കുചൽ വിഹർത്തും പ്രകൃതിമുപേയുഷിയദ്ഭവപ്രവാഹ. ഭഗവാനെ, അടിയന് ഒരേ ഒരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. അടിയന് അവിടുത്തെ കണ്ടുകൊണ്ട്, അവിടുത്തെ സ്തുതിച്ചുകൊണ്ട്, അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കണം എന്ന ഒരു മോഹം ഉണ്ടായിരുന്നു. ആ ഒരു മോഹം പോലും ഇപ്പം അവിടുന്ന് തീർത്തു തന്നു. ഇതിമതിരുപകൽപ്പിത വിതൃഷ്ണ. ഭഗവാനെ, അടിയന് ഇനി എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല. വിതൃഷ്ണ എന്നാ പറഞ്ഞത്. വിഗതമായ തൃഷ്ണ, എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല. ഒരേ ഒരു മോഹമുണ്ടായിരുന്നു, അവിടുത്തെ കണ്ടുകൊണ്ട് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കണം എന്ന്. ഭക്തവത്സലനായ ആ ഭഗവാൻ ഈ ഉള്ളവനെ അനുഗ്രഹിക്കാനായിട്ട് അടിയൻ്റെ മുമ്പിൽ വന്നില്ലേ ഭഗവാനെ? ഇതിലും വലിയ ഭക്തവാത്സല്യം എന്താ കിട്ടേണ്ടത്? ഇതിമതിരുപകൽപ്പിതാവിതൃഷ്ണ. ഇത് ഗുരുവായൂരപ്പനോട് നമുക്ക് പറയാൻ പറ്റണം. എനിക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഗുരുവായൂരപ്പൻ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട്, അല്ലെ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നിന്നിട്ട്, എന്താ വേണ്ടേ നിനക്ക്? നിനക്ക് എന്ത് വേണം? ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ. ഈ ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന ആ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട്, എന്താ നിനക്ക് വരം വേണ്ടേ എന്ന് ചോദിച്ചാൽ, ഒന്നും വേണ്ട ഭഗവാനെ, അടിയനൊന്നും വേണ്ട, അടിയനൊന്നും വേണ്ട. ഭക്തിയെ തന്നാലും, ഭക്തിയെ തന്നാലും. ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭക്തന്മാര് പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? വദമേ തവദസ്യ യോഗം. വൃത്രാസുരൻ എന്താ പറഞ്ഞത്? യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വ വിരഹയ്യ കാംക്ഷേ. അങ്ങയുടെ പാദഭക്തി ഒഴികെ ഒന്നും എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ഭീഷ്മരെ പോലെ, വൃത്രാസുരനെ പോലെ, പ്രഹ്ലാദനെ പോലെ നമുക്ക് പറയാൻ പറ്റണം, എന്താ നിനക്ക് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചാൽ, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, അവിടുത്തെ പാദഭക്തി മാത്രം മതി. എന്നിട്ട് ഇതിമതിരുപകൽപ്പിത വിതൃഷ്ണ. എനിക്ക് മോഹങ്ങളൊന്നുമില്ല. ഒരേ ഒരു മോഹം ഉണ്ടായിരുന്നു, ഭഗവാൻ അടിയൻ്റെ മുമ്പിൽ വരണം എന്നുള്ളത്. ഇപ്പോൾ ദാ അവിടെ നിന്ന് വന്നു. അടിയന് ഇനി ഒരു മോഹമില്ല. ഗംഭീരമായിട്ട് സ്തുതിക്കണോ ഭഗവാനെ? ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആ സമയത്ത് അവിടെ നിന്ന് പാർത്ഥസാരഥിയായിട്ട് ഇരിക്കുമ്പോൾ ആദ്യത്തെ 10 ദിവസം, 10ാമത്തെ ദിവസമാണ് ഭീഷ്മർ വീണത്. ആദ്യത്തെ 10 ദിവസം മുഴുവൻ പാർത്ഥസാരഥിയായിക്കൊണ്ട് മുഖാമുഖം കണ്ടു ഭീഷ്മർ ആ രൂപത്തിനെ. യുധിതുരംഗവിധുംബ്രവിഷ്വക്കചലളിതശ്രമവാര്യലങ്കൃതസ്യേ മമ നിശിതചരവിഭിദ്യമാനത്വചി
വിലസൽ കവചസ്തു കൃഷ്ണ ആത്മാ. ആ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അസ്ത്രപ്രയോഗം മുഴുവൻ അർജുനന്റെ നേരെയാണെങ്കിലും ആ പുഷ്പാഞ്ജലി മുഴുവൻ സ്വീകരിച്ചത് ഭഗവാനാ. യുദ്ധത്തില് പുഷ്പങ്ങളില്ല കയ്യിൽ, കൂർത്ത മൂർത്ത ഭീകരമായ കൂരമ്പുകളാണ്. ഭക്തനായിരിക്കുന്ന ഭീഷ്മരുടെ ആ പുഷ്പാഞ്ജലിയെ മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു. അർജുനന്റെ മേത്ത് വരുന്നത് മുഴുവൻ എന്നെയല്ലേ നീ പൂജിക്കണത് ഭീഷ്മരെ, എൻ്റെ മേത്തേക്കായിക്കോട്ടെ, ഭഗവാന്റെ മേത്താ. എന്നിട്ട് ആ ഭഗവാന്റെ പടച്ചട്ട അങ്ങോട്ട് പൊട്ടി എന്നാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് 2 അസ്ത്രങ്ങൾ ഭീഷ്മര് ഭഗവാന്റെ നേരെ അയക്കും. അഭിവാദയേ ദേവവ്രതോ നാമ അഹമസ്മി ഭോ എന്ന് പറഞ്ഞ് 2 അസ്ത്രങ്ങൾ ഭഗവാന്റെ കാൽക്കൽ. പിന്നത്തെ 2 അസ്ത്രം പ്രസീദ പ്രസീദ, അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് ഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ അർജുനന് നേരെ അറിയിക്കുന്നതായ മേഘങ്ങൾ മാരീചൊരിയുന്നതുപോലെ ഭീകരമായ അസ്ത്രങ്ങൾ ആകുന്ന പുഷ്പാഞ്ജലി അവിടുന്ന് എന്നെ സ്വീകരിച്ചു. ഭീഷ്മര് കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ കൊണ്ടാണ്. 6ാമത്തെ ദിവസം നമുക്ക് കാണാം ജാമ്പവാൻ വിഭോ രഘുപതേ ജയ ഇത്യലം മുഷ്ടിഭി, കൈ ചുരുട്ടി ഇടിച്ചിട്ടാണ് ജാമ്പവാന്റെ പുഷ്പാഞ്ജലി ഉണ്ടായത്. ഏത് രീതിയിലാണെങ്കിലും യോമേ ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി എനിക്ക് തരുന്നത് ഞാൻ സ്വീകരിക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരിക. അങ്ങനെ ആ കുതിരക്കുളമ്പടിയുടെ ശക്തി കൊണ്ട് കുതിരയുടെ കുളമ്പടിയിൽ നിന്ന് പൊങ്ങി വന്നതായ ആ പൊടിപടലങ്ങൾ മുഴുവൻ സാരഥ്യം കൊണ്ട് വിയർത്ത് കുളിച്ചിരിക്കുന്ന ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ആ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ എന്ന കുനു കുനച്ചിഹ്നം കുറോ നിര തന്മേൽ നനു നനപ്പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗളഭംഗിയും എന്ന് സജ്ജനങ്ങൾ കാണണോ ഭഗവാന്റെ രൂപത്തിനെ? കുതിരയെ തെളിക്കുന്നതായ ആ സാരഥ്യത്തിൻ്റെ പരിശ്രമം കൊണ്ട് ശരീരം മുഴുവൻ വേർത്തങ്ങോട്ട് കുളിച്ചു. ആ സമയത്ത് കുതിരക്കുളമ്പടിയിൽ നിന്ന് പൊങ്ങി വരുന്നതായ പൊടിപടലങ്ങൾ ഭഗവാന്റെ നെറ്റിയിൽ വെച്ച സമയത്ത് അവിടെ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ അങ്ങനെ തിളങ്ങി നിൽക്കുക. അസ്തമയ സൂര്യൻ്റെ പ്രകാശം കൂടി ആയപ്പോൾ 2 സൂര്യന്മാരുണ്ടോ എന്ന് സംശയം വരും. അതുപോലെ മമ നിശിത ശരർ വിഭിദ്യമാനത്വചി, എൻ്റെ കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെ മേത്ത് സ്വീകരിച്ചതുകൊണ്ട് അവിടുത്തെ പടച്ചട്ടയും കൂടി പൊട്ടി. മഹാഭാരതത്തിൽ ഭഗവാന്റെ രൂപം കണിക്കുന്നുണ്ട്. വിരരാജരണേ രാജൻ സപുഷ്പ ഇവ കിംശുക, ആപാദചൂടം മുരുക്ക് പൂത്തു നിൽക്കുന്നത് പോലെയാണ്. മുരുക്കിൻ്റെ പൂവിൻ്റെ നിറം കട്ടും ചോപ്പല്ലേ, രക്തത്തിൻ്റെ ചൊമ്പ. രക്താഭിഷേകത്തിനായിട്ട് നിൽക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ വേദവ്യാസ മഹർഷി പറയുക, ആപാദചൂടം പൂത്തു നിൽക്കുന്ന മുരുക്ക് പോലെ ചോര ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കണോ ഭഗവാൻ. ആ ഒരു രൂപം. എന്നിട്ടും ഭക്തവാത്സല്യത്തോടെ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന അവിടുത്തെ രൂപം എൻ്റെ മനസ്സിൽ പ്രകാശിക്കണം. ആ ഭാരതയുദ്ധം തുടങ്ങുന്ന സമയത്ത് ബന്ധുക്കളെ കൊന്നു രാജ്യമാളും എന്തിനോ സൗഖ്യമീ എന്നിടാനോ നിഹതധാട്ടരാന്ന പ്രീതിസ്യാൽ ജനാർദ്ദന. ബന്ധുക്കളെ കൊന്നിട്ട് ഈ രാജ്യം അധികാരമൊക്കെ നേടിയിട്ട് എന്താ വേണ്ടത് എന്ന് ദുഃഖിച്ചുകൊണ്ട് ഗാന്ധീവവും പാശുപതാസ്ത്രവും ദിവ്യാസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് തലയ്ക്ക് കൈകൊടുത്ത് നിസ്സഹായനായിട്ടിരിക്കുന്ന അർജുനനെ കുമതിമഹരൽ ആത്മവിദ്യയായ 18 അധ്യായങ്ങൾ 700 ശ്ലോകങ്ങൾ കൊണ്ടുള്ള ഭഗവത്ഗീത എന്ന ഉപദേശം നൽകി അർജുനനെ കർത്തവ്യനിരതനാക്കി തീർത്ത ആ ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ എൻ്റെ നമസ്കാരം. ആ പാദങ്ങൾ സദാസമയത്തും എൻ്റെ മനസ്സിനകത്ത് സ്മരിക്കാൻ സാധിക്കണം. പിന്നെ അവിടുത്തെ ആ ഭക്തവാത്സല്യം ഞാൻ കണ്ടതെന്നാണെന്നറിയോ? 9ാമത്തെ ദിവസം. 9ാമത്തെ ദിവസം അതിഭീകരമായിട്ടുള്ള ഭീഷ്മരുടെ ആക്രമണം. മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ ആ കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ വന്ന് വീണത്. അർജുനന് ഗാന്ധീവം എടുക്കാനോ പാശുപതാസ്ത്രം തൊടുക്കാനോ പറ്റണില്ല. അപ്പോഴേക്കും കയ്യിൽ നിന്ന് തെറിച്ചു പോവുക. സർവാസ്ത്ര വിദ്യാപാരംഗതനായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ എന്ന മുത്തച്ഛൻ്റെ മുൻപിൽ അർജുനൻ എന്ന് പറയുന്ന യോദ്ധാവ് വെറും LKG സ്റ്റുഡൻറ്റ്. മുത്തച്ഛൻ്റെ കൈയും പിടിച്ച് LKG സ്റ്റുഡൻറ്റ് നടക്കുന്നത് പോലെയാണ്. ഭീഷ്മരുടെ അടുത്ത് ഒരു അസ്ത്രവിദ്യയും പറ്റണില്ല.
അതിഭീകരമായിട്ടുള്ള അസ്ത്രവിദ്യ കൊണ്ട് തൻ്റെ അർജുനൻ നിസ്സഹായനായിട്ട് നിൽക്കണ കണ്ടപ്പോ കുഞ്ഞുകുട്ടതമ്പുരാൻ പറയും, പാരമ്പര്യത്ത വിശിഖങ്ങളാലെ ദിക്കൊക്കെയും ഹന്ത മറഞ്ഞുപോയി, നഭസ്സുഭൂതിക്കുകൾ ഭാനുമാലി പ്രഭാകരൻ പോലും അദൃശ്യനായി. പ്രഭാകരൻ പോലും അദൃശ്യ, സൂര്യനെ പോലും കാണാനില്ല. അത്ര ഭീകരമായിട്ടുള്ള ആ അർജുനനെ പോലും, ത്രൈലോക്യവീരനായ അർജുനനെ പോലും നിസ്സഹായനാക്കുന്ന ഭീകരമായിട്ടുള്ള അസ്ത്രപ്രയോഗം ഭീഷ്മർ നടത്തിയ സമയത്താണ് അത് ശരി, എൻ്റെ അർജുനനെ തോൽപ്പിക്കാറായോ എന്നുള്ള നെറ്റില് സുദർശനം ശൗര്യകരത്തിൽ മിന്നി. ഭഗവാൻ സുദർശന ചക്രം കയ്യിലെടുത്തു. കാൽ വെച്ചുടൻ ഭൂമി കുലുക്കിയുക്കിൽ ഭീഷ്മന്റെ നേർക്കേറ്റിതു കൃഷ്ണനപ്പോൾ. രഥാതമസ്കന്ധ വിസൃജ്യവാഹാൻ, കുതിരയുടെ കടിഞ്ഞാണുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, ചമ്മട്ടി കടിഞ്ഞാണും വലിച്ചെറിഞ്ഞ് ഒറ്റ ചാട്ടം കാൽ വെച്ചുടൻ ഭൂമി കുലുക്കിയുക്കിൽ ഭീഷ്മന്റെ നേർക്കേറ്റിതു കൃഷ്ണനപ്പോൾ. അതിഭീകരമായിട്ടുള്ള രൗദ്രഭാവത്തോട് ചെമ്പരത്തിപ്പൂ പോലെ ചുമന്നു തൊടുത്ത കണ്ണുകളോട് കൂടിയിട്ട് സുദർശനചക്രമെടുത്ത ഭീഷ്മരുടെ നേരെ ഖന്തുമിഭം ഗജോത്തരീയ, ആനയെ കൊല്ലാൻ വരുന്ന സിംഹത്തിനെ പോലെ വീരശൂര പരാക്രമിയായിട്ട് ഗർജിച്ചുകൊണ്ട് ഭഗവാൻ ഒരു വരവുണ്ടായി. ഭഗവാൻ വരണ കണ്ടപ്പോ ഭീഷ്മർക്ക് ഒരു കൂസലും ഉണ്ടായില്ല. ഗാണ്ഡീവമൊപ്പം കടുഘോഷമുള്ള വില്ലൊന്നുലച്ചാനൊരു കൂസലന്യെ അനന്തവിഖ്യാതി മുകുന്ദനോടങ്ങമൂഢനം ഭീഷ്മരുരച്ചതിപ്പോൾ. ഒരു തരിമ്പ് പോലും ഭീഷ്മർക്ക് മാറ്റം ഉണ്ടായില്ല. ഭീഷ്മർ അവിടെ ഒന്ന് പറഞ്ഞു, വരൂ വരൂ ദേവജഗന്നിവാസ, തൊഴുന്നു ഞാൻ മാധവ ചക്രപാണേ, നീ കൊല്ലുകിൽ കൃഷ്ണ എനിക്കു രണ്ടു ലോകത്തിലും നന്മ ലഭിക്കും. ഭഗവാനെ, അവിടുത്തെ കൈകൊണ്ട് മൃതി അടയാന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഭാഗ്യം വേറെയുണ്ടോ? എത്ര 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 അസുരന്മാര്, ഹിരണ്യക്ഷനായിട്ടും ഹിരണ്യകശിപുവായിട്ടും വൃത്രാസുരനായിട്ടും എത്ര എത്ര ആൾക്കാര് അവിടുത്തെ പദം പോകിയിരിക്കണു. അങ്ങയുടെ കൈകൊണ്ട് മരിക്കാന്ന് പറഞ്ഞാൽ മദംഗസംഗസ്യ ഫലം നദൂരേ, അങ്ങയുടെ ശരീരവുമായിട്ട് സമ്പർക്കം വന്നാൽ സദ്യോ മുക്തിയല്ലേ ഭഗവാനെ? അവിടുത്തെ കൈകൊണ്ട് മരണമടഞ്ഞാൽ എനിക്ക് മുക്തിയല്ലേ? അങ്ങ് ത്രൈലോക്യനാഥനാണ്, ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയാണ്. ഒക്കെ സമ്മതിച്ചു. യുദ്ധത്തിൽ യോദ്ധാവേ ഉള്ളൂ എന്നല്ലേ അങ്ങ് അർജുനനോട് പറഞ്ഞത്? ദാ അങ്ങ് എൻ്റെ പ്രതിയോഗിയാണ്, വന്നോളൂ. അങ്ങയുടെ സുദർശനചക്രം കൊണ്ട് ഞാൻ മരിച്ചു വീണാലും എനിക്ക് ഭാഗ്യമാണ്. അതുകൊണ്ട് നീ കൊല്ലുകിൽ കൃഷ്ണ എനിക്കു രണ്ട് ലോകത്തിലും നന്മ ലഭിക്കുമല്ലോ ഭഗവാനെ, എത്രയും പെട്ടെന്ന് എനിക്ക് മോക്ഷം തന്നൂടെ. ഇത് പറഞ്ഞ് ഭീഷ്മരങ്ങോട് വില്ല് കയ്യിലെടുക്കേണ്ട താമസം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭഗവാൻ തേരിലേക്ക് തിരിഞ്ഞങ്ങോട്ട് പോയി. ഭീഷ്മർ ഇപ്പൊ ചോദിക്കുക, ഭഗവാനെ എന്തിനായിരുന്നു അങ്ങയുടെ ഈ ഡ്രാമ, ഈ നാടകം കളിച്ചത്? എന്താ? ഞാൻ സ്വച്ഛന്ത മൃത്യുവാണെന്ന് അങ്ങേക്കറിയാം. എൻ്റെ അച്ഛൻ ശന്തനു എന്ന മഹാരാജാവ് തന്ന വരം കൊണ്ട് ഞാൻ വിചാരിക്കുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ. ഞാൻ സ്വച്ഛന്ത മൃത്യുവാണ്. എന്നെ അങ്ങ് കൊല്ലില്ല എന്ന് എനിക്കും അറിയാം, എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കും അറിയാം. പിന്നെ അങ്ങ് എന്തിനാ ഈ നാടകം കളിച്ചത് അവിടെ? ഭീഷ്മരിപ്പ പറയണു, സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതകതുമപ്പ് അവപ്ലുതോരഥസ്ഥ. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടകം കളിച്ചത്? സ്വന്തം സത്യം പഴച്ചാലും വേണ്ടില്ല, ഭക്തന്റെ സത്യം പഴക്കരുത്. ഭഗവാന് ഒരേ ഒരു ചിന്തയുള്ളൂ, നമേ ഭക്ത പ്രണശ്യതി, നമേ ഭക്ത പ്രണശ്യ അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവദ്വിജ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭക്തദാസനാണ്. ഭഗവാൻ ഭക്തഭക്തിമാൻ. ഭക്തൻ തന്നോടപാചരേണുവിലുരുണ്ടിടാൻ കൊതിക്കുന്നു ഞാൻ. ഭഗവാൻ പറയണു, ഞാൻ ഭക്തദാസനാണ്. എന്നെ പരാജയപ്പെടുത്തുന്നത് ഭക്തൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ സത്യം പഴച്ചാലും ഭക്തന്റെ സത്യം പഴക്കരുത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻ സത്യം ചെയ്തു, ഞാൻ ആയുധം എടുക്കില്ല എന്ന്. അയുധ്യമാന സംഗ്രാമേ നസ്ത്രശസ്ത്രോഹം ഏകത. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തു. അപ്പ ഭീഷ്മർ സത്യം ചെയ്തു, കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിച്ചോളാം. ഇവിടെ ഭീഷ്മര് പറയാ, രണ്ടുപേരും സത്യം ചെയ്തപ്പോൾ ഒരാളുടെ സത്യമല്ലേ സത്യമാവാൻ പറ്റുള്ളൂ? ആരെങ്കിലും ഒരാളുടെ, ഒന്നുകിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭക്തന്റെ. ഭഗവാൻ തീരുമാനിച്ചു സ്വന്തം സത്യം
തെറ്റായാലും വേണ്ടില്ല, ജനങ്ങൾ എന്നെയല്ലേ ചീത്ത പറയുള്ളൂ, എൻ്റെ ഭക്തനെ ചീത്ത പറയൂ. നമേ ഭക്ത പ്രണശ്ശേരി, നമേ ഭക്ത പ്രണശ്ശേരി. എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടത് എൻ്റെ ഭക്തനാണ്. ഏകാദശസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗം പറയുമ്പോൾ ഭഗവാൻ പറയും, ലോകത്തിൽ എൻ്റെ ഭക്തനെ പോലെ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ബ്രഹ്മാവിനെ ഇല്ല, മഹാദേവനെ ഇല്ല, എൻ്റെ പ്രിയതമയായ ലക്ഷ്മിയെ ഇല്ല, എൻ്റെ ഏട്ടൻ ബലഭദ്രനെ ഇല്ല. എനിക്കെന്ത്, എന്നോട് പോലും ഇത്രയും സ്നേഹമില്ല. യഥാ ഭവാൻ, എന്നെ ശരണാഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തനേക്കാൾ ഇഷ്ടം എനിക്ക് എന്നോട് പോലുമില്ല. അഹം ഭക്ത പരാധീന. ഭഗവാനെ, എൻ്റെ സത്യം സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് ആയുധമെടുത്ത് എൻ്റെ നേരെ വന്നത്? എന്നെ കൊല്ലില്ല എന്ന് എനിക്കും എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കും അറിയാമെന്നിരിക്കെ ആ എന്നെ കൊല്ലാമെന്നുള്ള മട്ടിൽ ആനയെ കൊല്ലാൻ സിംഹം വരുന്ന രൂപത്തിൽ സൂര്യചക്രവും എടുത്ത് എൻ്റെ നേരെ പാഞ്ഞു വന്നത് എൻ്റെ സത്യം സത്യമാക്കാൻ വേണ്ടിയിട്ടില്ലേ? അവിടുത്തെ ഭക്തവാത്സല്യം ഞാൻ അനുഭവിച്ചു ഭഗവാനെ. ആ വിജയസഖേ രജർമ്മമാസ്തു, വിജയൻ്റെ സഖി, വിജയം സഖിയായിട്ടുള്ളവനെ, അവിടുത്തെ തൃപ്പാദങ്ങളിൽ എൻ്റെ അനന്തകോടി നമസ്കാരം. ഇങ്ങനെ പറഞ്ഞ് ആ ഭഗവാനെ സ്തുതിക്കണു. രാജസൂയാഗവേദിയിൽ വെച്ച് രാജാധിരാജനായിട്ടും രാസക്രീഡ അവസരത്തിൽ മന്മഥനായിട്ടും ശോഭിച്ചതായ അവിടുത്തെ രൂപം അടിയനെ എൻ്റെ മനസ്സിൽ സദാസമയത്തും ഉണ്ടാവണേ ഉണ്ടാവണേ ഉണ്ടാവണേ. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സ അന്തശ്വാസമുപാരമത്, ആ ശരീരം അങ്ങോട്ട് വിടിഞ്ഞു. ഇതാണ് ഉത്തരായനം. വാഞ്ചിതസ്തുത്തരായന. ഉത്തരായന കാലം പ്രതീക്ഷിച്ച്, ഉത്തരായനം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങുന്നത് എന്നത് വാച്യാർത്ഥമാണ്. ഉത്തരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അയനം എന്ന് പറഞ്ഞാൽ യാത്ര, ഒരു ജീവാത്മാവിൻ്റെ ശ്രേഷ്ഠമായ യാത്ര. അതെങ്ങനെയാ? ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനിലെത്താൻ പറ്റണം. അതാണ് ഉത്തരായനം എന്ന് പറയുക. നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം. ഇതാണ് നമ്മുടെ ഉത്തരായനം. ഭഗവാനെ കണ്ടുകൊണ്ട് ജന്മലാഭ വരപുംസാം അന്തേ നാരായണ സ്മൃതി. ദ്വിതീയ സ്കന്ധം തുടങ്ങുമ്പോൾ പറയാൻ പോണേ ഉള്ളൂ. അതിനു മുൻപ് തിയറി പറയുന്നതിന് മുമ്പ് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. ജന്മലാഭ വരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന് നമുക്ക് കാണിച്ചു തന്നു ഭീഷ്മപിതാമഹൻ എന്ന മുത്തച്ഛൻ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും, ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്യം. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനിലെത്താൻ പറ്റണം. അതുകൊണ്ടാണ് ആസന്നമൃത്യുവായ ആൾക്കാരുടെ അടുത്ത് സഹസ്രനാമം ജപിക്കണം. ബ്രാഹ്മണരായ ചെവിയിലോത്ത് എന്ന് പറയും നമ്പൂരിമാരുടെ ഇടയിൽ. ആ വേദത്തിനെ ചൊല്ലണം, അല്ലെങ്കിൽ നാരായണനാമം ജപിക്കണം, അല്ലെങ്കിൽ രാമായണം വായിക്കണം. ഇതെന്തിനാ? ആ അവസാന കാലത്ത് യാ അന്തേ സ്മൃതി സാ ഗതി എന്നാണ്. അവസാന സമയത്ത് ആരെ ചിന്തിക്കണോ ആ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഭഗവാനെ ചിന്തിച്ചാൽ ഭഗവാനിലേക്ക് എത്തും. ഇത് പറഞ്ഞു തരാനാണ് ഭീഷ്മരുടെ മുക്തി കാണിച്ചത്. അങ്ങനെ ഭീഷ്മർക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ. എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഭഗവാൻ തേരിൽ കയറി. പിന്നീട് ആരും ഭഗവാനെ തടയാനുണ്ടായില്ല. അനേകം രാജ്യങ്ങളെ അതിക്രമിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലെത്തി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കഥ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ശൗനകാദി മഹർഷിമാർ ചോദിച്ചത്, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ ഉത്തരാഗർഭത്തിലുള്ള ശിശു കരിഞ്ഞ് കരിക്കട്ടയായി തീർന്നു എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഭാഗവതം കേട്ടതെങ്ങനെയാ? മരിച്ചുപോയ ഒരാൾ ഭാഗവതം കേൾക്കുമോ? ശൗനകാദികളെ സൂതൻ പറയണു, ഭഗവാന്റെ അപാരമായ വൈഭവം കൊണ്ട്, മാഹാത്മ്യം കൊണ്ട്, കാരുണ്യം കൊണ്ട്, ഭക്തവാത്സല്യം കൊണ്ട് ഉത്തരാഗർഭത്തിന് യാതൊരു തകരാറും ഉണ്ടായില്ല. ശംഖചക്ര ഗദാപത്മങ്ങൾ അണിഞ്ഞുകൊണ്ട് ദിവ്യനായൊരു പുരുഷൻ തള്ളവരിലെ വലിപ്പത്തിൽ തനിക്ക് ചുറ്റും സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു ആ ഉണ്ണി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഉത്തരാഗർഭത്തിൽ നിന്ന് ഒരു ശിശു പുറത്തേക്ക് വന്നു. അങ്ങനെ പേരിട്ടു വിഷ്ണുരാതൻ എന്ന്. അതിശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ ഉത്തരാഗർഭത്തിൽ നിന്ന് ഒരു ഉണ്ണി ജനിച്ചു. ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടവൻ, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലെ വിഷ്ണുരാതൻ എന്ന പേര് വന്നു. പക്ഷേ പരീക്ഷിത്ത് എന്ന പേരാണ് പ്രശസ്തമായി തീർന്നത്. ജാതകം ഗണിപ്പിച്ചു ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന്. മുത്തച്ഛനായ അർജുനെ പോലെ വില്ലാളി വീരനായിരിക്കും, അഗ്നിയെപ്പോലെ കീഴടക്കാൻ പ്രയാസമുള്ളവനായിരിക്കും,
സമുദ്രത്തിനെ പോലെ കര കാണാത്തവനായിരിക്കും, സിംഹത്തിനെ പോലെ പരാക്രമിയായിരിക്കും, ഭൂമിദേവിയെ പോലെ ക്ഷമാശീലമുള്ളവനായിരിക്കും, മഹാദേവനെ പോലെ ക്ഷിപ്രപ്രസാദിയായിരിക്കും. നല്ല നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം പറഞ്ഞു ഒരു ബ്രാഹ്മണ ശാപം കൊണ്ട് അവസാനം സർപ്പരാജാവായ തക്ഷകന്റെ ദംശനം കൊണ്ടായിരിക്കും ദേഹവിയോഗം. സർപ്പരാജാവായ തക്ഷകന്റെ ദംശനമേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഭഗവാന്റെ കഥകൾ ആസ്വദിക്കുന്ന മഹാഭാഗവതനായി തീരും ജ്യോത്സ്യന്മാർ പറഞ്ഞു. അങ്ങനെ പരീക്ഷിത്ത് എന്ന രാജകുമാരൻ്റെ ജന്മം പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേശാടനത്തിനായിട്ട് പോയ ആ വിതുരൻ്റെ ആ തീർത്ഥാടനത്തിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോണത്. തീർത്ഥാടനത്തിന് പോയ വിതുരൻ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളെയാണ് ഇനി പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. സർഗം ചതുർത്ഥസ്കന്ധത്തിന്റെ ലക്ഷണം വിസർഗം, പഞ്ചമസ്കന്ധത്തിന്റെ ലക്ഷണം സ്ഥാനം, ഷഷ്ഠസ്കന്ധത്തിന്റെ ലക്ഷണം പോഷണം, സപ്തമസ്കന്ധത്തിന്റെ ലക്ഷണം ഊതി. നമ്മൾ അഷ്ടമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. മന്വന്തരം എന്നാണ് ലക്ഷണം. മന്വന്തരാണ് സദ്ധർമ്മ. ധർമ്മത്തിനെ നിലനിർത്താനായിട്ട് ഭഗവാൻ അനേകം അവതാരങ്ങളെ സ്വീകരിക്കുന്നതാണ് മന്വന്തരങ്ങൾ. മന്വന്തരം എന്ന് പറയുമ്പോൾ ഒരു മനുവിൻ്റെ ഭരണകാലത്തിനെയാണ് മന്വന്തരം എന്ന് പറയുക. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 1000 ചതുരയുഗം, അതിന് കൽപ്പം എന്ന് പറയും. അത്രയും തന്നെയാണ് ബ്രഹ്മാവിൻ്റെ രാത്രി. 1000 ചതുരയുഗമാണ് ബ്രഹ്മാവിൻ്റെ രാത്രി, അതിന് പ്രളയം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ പകൽ കൽപ്പം, ബ്രഹ്മാവിൻ്റെ രാത്രി പ്രളയം. ഓരോന്നും 1000 ചതുരയുഗം വീതമാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പകൽ എന്ന 1000 ചതുരയുഗത്തിൽ 14 മനുക്കളാണ് ലോകത്തിനെ ഭരിക്കുക. അപ്പോൾ ഒരു മനുവിന് ഏകദേശം 71 ചതുരയുഗം ഭരണകാലം. അതാണ് മന്വന്തരം എന്ന് പറയുക. ഒരു മനുവിൻ്റെ ഭരണകാലത്തിനെ മന്വന്തരം എന്ന് പറയും. ആ മന്വന്തരത്തിൽ 6 ഘടകങ്ങൾ വേണം ലോകത്തിൽ ധർമ്മം നിലനിർത്താൻ എന്ന് പറയുന്നു. 6 ഘടകങ്ങൾ വേണം. 1, ഒരു മനു ഉണ്ടാവണം. 2, മനുപുത്രന്മാരുണ്ടാവണം. 3, ദേവേന്ദ്രൻ ഉണ്ടാവണം. ദേവേന്ദ്രൻ എന്ന് പറയുമ്പോൾ വ്യാസൻ എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരു പോസ്റ്റാണെന്ന് മനസ്സിലാക്കുക. ഒരു തസ്തിക. അമ്പലത്തിലെ മേൽശാന്തി എന്നോ കീഴ്ശാന്തി എന്നോ വൈദികനെന്നോ ഒക്കെ പറയുന്ന സ്ഥാനപ്പേരാണ് ഇന്ദ്രൻ. മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓരോ മന്വന്തരത്തിൽ ഇന്ദ്രൻ മാറും. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവ് ആരോ അവൻ ഇന്ദ്രൻ എന്നർത്ഥം. മിത്രൻ വരും, ശക്രൻ വരും, ഉരുക്രമൻ വരും, ഇങ്ങനെ പലരും മാറി മാറി വരിക. അപ്പോൾ ഒരു ഇന്ദ്രൻ ഉണ്ടാവണം. 4-മത്തേത് ദേവന്മാരുണ്ടാവണം. 5-മത്തേത് സപ്തർഷികൾ ഉണ്ടാവണം. സപ്തർഷികളും മാറി മാറി വരും. പിന്നീട് ഭഗവാന്റെ അവതാരം ഉണ്ടാവണം. ഇങ്ങനെ 6 ഘടകങ്ങളാണ് ലോകത്തിനെ നയിച്ചുകൊണ്ട് ധർമ്മം നിലനിർത്തുക. മനു, മനുപുത്രന്മാർ, ദേവേന്ദ്രൻ, ദേവന്മാർ, സപ്തർഷികൾ, ഭഗവാന്റെ അവതാരം. ഇങ്ങനെ 6 ഘടകങ്ങളാണ്. കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് ശ്രീശുക ബ്രഹ്മർഷി കഥകൾ പറഞ്ഞു കൊടുക്കണു. ഓരോ മന്വന്തരങ്ങളിൽ നടന്ന സംഭവങ്ങൾ. ആദ്യത്തേത് സ്വായംഭൂവ മന്വന്തരം, നമ്മൾ കണ്ടതാണ്. 2-മത്തേത് സ്വാരോചിഷ മന്വന്തരം. ഓരോ മനുവിൻ്റെയും പേര് ചേർത്തിട്ടാണ് മന്വന്തരങ്ങളെ പറയുക. 1-മത്തേത് സ്വായംഭൂവ മന്വന്തരം, 2-മത്തേത് സാരോചിഷ മന്വന്തരം, 3-മത്തേത് ഉത്തമ മന്വന്തരം, 4-മത്തേത് താമസ മന്വന്തരം. താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരിണിയുടെയും ഹരിമേധസിൻ്റെയും പുത്രനായിട്ട് ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരാനയെ രക്ഷിച്ചു പരീക്ഷിത്തെ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിനൊരു കൗതുകം. ഒരാനയെ രക്ഷിക്കാൻ ഭഗവാന്റെ ഒരു അവതാരമോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ ഗുരുനാഥ. 3 അധ്യായങ്ങളിലായിട്ട് ഗജേന്ദ്രമോക്ഷം കഥ പറയുന്നു. ആസിൽ ഗിരിവലോരാജൻ ത്രികൂട ഇതി വിസ്തൃതം. ത്രികൂടം എന്ന് പറയുന്ന ഒരു പർവ്വതം, പാലാഴിയുടെ നടുക്ക്. സ്വർണം, വെള്ളി, ഇരുമ്പ് 3 കൊടിമകളോട് കൂടിയിട്ടുള്ള ത്രികൂട പർവ്വതമാണ്. ആ ത്രികൂട പർവ്വതം ക്ഷീരോദയനാവത പാലാഴിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു.
ആ ത്രികൂടപർവ്വതത്തിൽ വരുണൻ്റെ അതിശ്രേഷ്ഠമായ ഒരു ഉദ്യാനമുണ്ട്, ഋതുമത്ത് എന്നാണ് പറയുക. അതിൽ അനേകം താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകം, അനേകം സസ്യലതാദികളും പക്ഷിമൃഗാദികളും നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത സുന്ദരമായ ത്രികൂടപർവ്വതം, വളരെ ശാന്തമായിരിക്കുന്ന പർവ്വതമാണ്. അവിടെ ഒരു ഗജേന്ദ്രൻ ജീവിച്ചിരുന്നു. പരീക്ഷത്തെ ഗജം എന്ന് പറഞ്ഞാൽ പോരാ, ഗജേന്ദ്രൻ എന്ന് പറയണം. പട്ടേരിപ്പാട് നാരായണത്തിൽ പറഞ്ഞില്ലേ, ത്വദ്ഭക്താനാം പുത്രൻ ഉത്കർഷലാഭ. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെ തല താഴ്ത്തേണ്ടി വരിക? ഒരിക്കലുമില്ല, തല പൊക്കി തന്നെ നിൽക്കാം. ഗജേന്ദ്രൻ, ഗജരാജൻ കേശവനെ പോലെ തല ഉയർത്തി നടക്കുന്ന ആന. ഞാനാണ് ഈ ത്രികൂടപർവ്വതത്തിലെ രാജാവ്. ആ സകല ജീവജാലങ്ങളെയും സ്നേഹിച്ച് വിശ്വസിച്ച് നയിച്ച് സംരക്ഷിച്ച് രാജാവായിട്ട് ജീവിക്കുന്നു. ഈ ഗജേന്ദ്രൻ്റെ മഹാത്മ്യം കൊണ്ട് മുയലുകൾ, മാനുകൾ തുടങ്ങിയിട്ടുള്ള സാധുമൃഗങ്ങൾ ചരന്ത്യഭീത, ഒരു ഭീതിയും കൂടാതെ സഞ്ചരിച്ചിരുന്നു. മനോഹരമായ വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, പ്രശാന്ത സുന്ദരമായ ത്രികൂടപർവ്വതം. അങ്ങനെ ഇരിക്കെ അതിഭീകരമായ ഈ വേനൽക്കാലം വന്നു. ആനകൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റില്ല, അവർക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല എന്നാണ് പറയുക. അതുകൊണ്ടാണ് ആന കുളത്തിലിറങ്ങിയാൽ കയറാത്തത്. അതിന് നിഷേധം കൊണ്ടൊന്നുമല്ല. ആനക്കാരൻ കൊല പ്രയോഗിച്ചു, തോട്ടിയിട്ട് വലിച്ചു, പഴക്കൊല കാണിച്ചു, ശർക്കര കാണിച്ചു, ഉടമസ്ഥൻ വന്ന് വിളിച്ചു, അവ കയറിയില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചൂട് സഹിക്കാൻ അതിന് കഴിവില്ല. നമുക്കാണെങ്കിൽ ഫാൻ്റെ ഇപ്പം നല്ല ചൂട് വന്നപ്പോൾ എല്ലാവരും ഫാൻ ഓൺ ചെയ്തില്ലേ? ആനയുടെ ഫാൻ കൊണ്ട് അതിൻ്റെ ചെവിയാണ്. ചൂട് സഹിക്കാൻ പറ്റാണോ ആ ചെവി ആടണത്. താലപ്പൊലിക്ക് 15 ആന എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ഹായ് പഞ്ചാരിമേള ആഘോഷിച്ച് നിൽക്കുക, ആന ചെവി ആടണ കണ്ടില്ലേ എന്ന്. അവൻ്റെ വിഷമം അവനല്ലേ അറിയുള്ളൂ. നിന്നെ ചങ്ങല ഇട്ട് വരുത്തി കാരക്കോലിൽ ഒതുക്കി നിർത്തി കൊമ്പും കുഴലും ചെണ്ടയുമുള്ളൊരു കോവിലിലേക്ക് നടത്താൻ പോരും. നടക്കടാന്ന് പറയാൻ നടക്കില്ലേ നിവൃത്തിയുള്ളൂ. പണ്ട് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. കൈ കാല് കൂട്ടിക്കെട്ടി നീഗ്രോകളെ കൂട്ടിക്കെട്ടി നടക്കുമ്പോൾ അവർക്ക് നിവൃത്തിയില്ല. ഇതേപോലെ നമുക്ക് ഈ ഫീലിംഗ് ഇല്ലാത്തത് എന്താ കാരണം? നമ്മൾ അടിമകളായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ചങ്ങലയിട്ടിട്ടാണെങ്കിൽ നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കും. നട്ടുച്ചയ്ക്ക് വെയിലത്ത് നിൽക്കുന്നവരെ നിൽക്കും. ആന മണ്ണ് കാലിടണ എന്താ? ആനയ്ക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റില്ല. വേനൽക്കാലത്ത് നോക്കിയിട്ടോ ചുറ്റും നടക്കുന്ന ശ്വാക്കളും മണ്ണ് മാറ്റിയിട്ട് അതിൽ കിടക്കണം കാണാം, തണുപ്പ് കിട്ടാൻ വേണ്ടി. നമുക്ക് AC റൂമിലിരിക്കാം, ഫാനിടാം, വിഷല് കൊണ്ട് വീശാം. ഇവർക്കതൊന്നും പറ്റില്ല. അതുകൊണ്ട് ആനയുടെ നിഷേധമാണ്. ഒരു വന്യജീവിയാണത്. അതിനെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ചങ്ങലയിട്ട് ഭേദ്യം നടത്തി എഴുന്നള്ളിക്കുകയാണ്. ഇതാണ് സംഭവം. ഇത് ആനപ്രേമികൾക്ക് പറഞ്ഞ ഇഷ്ടമല്ല. അവിടെ തൃശ്ശൂർ ജില്ലയിൽ പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ അടി കിട്ടും. അപ്പോൾ ആനയ്ക്ക് ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അത് ഈ വെള്ളത്തിൽ ഇറങ്ങിയാൽ കയറാത്തത്. പാംസസ്നാനം, മണ്ണ് വാരിടുന്നതിൻ്റെ കാര്യം അതാണ്. ചൂട് സഹിക്കാൻ വയ്യ. ഭീകരമായിട്ട് വേനൽക്കാലം വന്നപ്പോൾ ഈ ഗജേന്ദ്രനും കൊമ്പനാനകളും പിടിയാനകളും കുട്ടിയാനകളും അന്വേഷിച്ച് നടക്കണു, എവിടെയാണ് വെള്ളം കിട്ടുക. അപ്പോഴാണ് ആ ഗജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആനക്കൂട്ടം സഞ്ചരിച്ചത്. പെട്ടെന്ന് സരോനിലം പങ്കജരേണുരൂഷിതം. ഋതുമത്തെന്നൊരു തടാകമുണ്ട്, ആ ഋതുമത്തെന്നൊരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിലെ മനോഹരമായ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു തടാകമുണ്ട് എന്ന് പറഞ്ഞു. എത്ര താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ എണ്ണിക്കോളൂ എന്നാണ് വേദവ്യാസ മഹർഷി പറഞ്ഞത്. അതിനെന്താ കണക്ക് പറഞ്ഞെന്നറിയോ? നമ്മുടെ കുളത്തിൻ്റെ മുകളിൽ ആഫ്രിക്കൻ പായൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെ ആ തടാകത്തിൻ്റെ ഉപരിതലത്തിൽ താമരപ്പൂവിൻ്റെ പൂമ്പൊടി കൊണ്ട് കാർപ്പറ്റ് വിരിച്ചതുപോലെയാണ്. ജലോപരിതലം കാണാനില്ല, ഉപരിതലം മുഴുവൻ താമരപ്പൂവിൻ്റെ പൂമ്പൊടി കൊണ്ട് മൂടിക്കിടക്കണം. എത്ര താമരപ്പൂവുണ്ട് നിങ്ങൾ ഊഹിച്ചോളൂ. അത്രയധികം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകം. ജിഘ്രൻ വിദൂരാൽ, അതിദൂരത്തു നിന്ന് തന്നെ ഇതിൻ്റെ വാസന പിടിച്ചു. താമരപ്പൂവിന് വളരെ നേർത്ത ഗന്ധം നമുക്കറിയാം. ചെമ്പകപ്പൂവിൻ്റെ പോലെയോ റോസപ്പൂവിൻ്റെ പോലെയൊന്നും വാസനയില്ല.
നേർത്ത ഗന്ധമാണ്. ആ താമരപ്പൂവിൻ്റെ ഗന്ധം പിടിച്ചെടുക്കണമെങ്കിൽ ആനയുടെ ഘ്രാണശക്തി ആലോചിച്ച് നോക്കൂ. മോഡേൺ സയൻസ് പറയുകയാണ് 3.5 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ആനയ്ക്ക് മണം പിടിക്കാൻ പറ്റുന്നു. അങ്ങനെ ജിഗ്രൻ വിദൂരാൽ എവിടെയാണ് വെള്ളമുള്ളതെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് താമരപ്പൂവിൻ്റെ നേർത്ത ഗന്ധം വന്നു. താമരയുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വെള്ളമുണ്ട്. താമരയുടെ പര്യായം അംബുജം എന്ന. അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം, അംബുജം വെള്ളത്തിൽ നിന്നുണ്ടാകുന്നത് താമര. എവിടെ താമരയുണ്ടോ അതിൻ്റെ താഴെ വെള്ളമുണ്ട്, ഉറപ്പായി. ഇവിടെ നിന്നാണ് ഈ താമരയുടെ നേർത്ത ഗന്ധം വരുന്നത്. ഗജേന്ദ്രൻ അന്വേഷിച്ച് നടക്കണു. പുറകില് കൂട്ടാനകൾ. അങ്ങനെ ആനക്കൂട്ടം വന്നു. ഋതുമത്ത് എന്ന തടാകത്തിലെത്തി. അനേക താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായ ആ ജലാശയത്തിലേക്ക് ആർത്തിയോടെ ഇറങ്ങി. ധാരാളം വെള്ളം കുടിച്ചു. പിന്നെ മേത്തൊഴിച്ച് കുളിച്ചു. പിന്നെ കളിയായി. ജലക്രീഡ അനേക സമയം നീണ്ടു നിന്നു. ആനക്കൂട്ടങ്ങൾ, കൊമ്പനാനകളും പിടിയാനകളും കുട്ടിയാനകളും ഈ ജലക്രീഡ നടത്തുന്ന സമയത്ത് മുഴുവൻ ഈ കൊമ്പനാന ജാഗരൂകനായിട്ട് അവിടെ കാത്തു നിന്നു എന്നാണ് ആചാര്യന്മാർ അനുസ്മരിക്കുക. കാരണം ഞാനിവരെ നേതാവാണ്, രാജാവാണ്, ഇവരെ ഞാൻ സ്നേഹിക്കണു, വിശ്വസിക്കണു, സംരക്ഷിക്കണു, സഹായിക്കണു. ഇതിന് പകരമായിട്ട് ഒരാവശ്യം വരുമ്പോൾ എന്നെ ഇവർ സ്നേഹിക്കും, വിശ്വസിക്കും, സഹായിക്കും. ഈ പരസ്പര ധാരണയിലാണ് ഗജേന്ദ്രൻ അവിടെ ജാഗരൂകനായിട്ട് നിന്നത്. ആനക്കൂട്ടത്തിൻ്റെ ജലക്രീഡ കഴിഞ്ഞു. അവരെല്ലാം കയറി. ഇനി തൻ്റെ ഊഴമായി. വെള്ളത്തിലേക്ക് ഇറങ്ങി. തുമ്പിക്കയുടെ മേത്ത് മുഴുവൻ വെള്ളമെടുത്ത് നനച്ചു. ആവശ്യമുള്ള വെള്ളമൊക്കെ കുടിച്ചു. മതിയായിട്ട് കയറാൻ നോക്കിയപ്പോഴാണ് തൻ്റെ കാലിന്മേൽ എന്തോ ഒരു സാധനം കടിച്ചു. വേഗം വലിച്ചു കയറ്റി. അജിയെ നോക്കിയപ്പോൾ ഒരു മുതല. ത്രികൂടര പർവ്വതം എന്ന സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ ഗജേന്ദ്രൻ്റെ കാലുമ കടിക്കാൻ ഒരു മുതലയോ എന്ന നിസ്സാര ഭാവം തോന്നി. വലിച്ചങ്ങോട്ട് കയറ്റേണ്ട താമസമുള്ളൂ. മുതല വലിച്ച് വെള്ളത്തിലേക്ക് തളർത്തി. ആന മുകളിലേക്ക് വലിച്ചു, മുതല താഴേക്ക്. സമാസഹസ്രം വ്യഗമൻ മഹീപതേ. ഈ ഒരു വടംവലി 10,000 സംവത്സരം നീണ്ടു നിന്നു. ആന മുകളിലേക്കും മുതല താഴേക്കും. സംഭവിച്ചതെന്താ? മുതലയ്ക്ക് വെള്ളത്തിൽ ശക്തി കൂടും, ആനയ്ക്ക് ശക്തി കുറയും. വെള്ളത്തിലാണ് നിൽക്കണേ. അപ്പം ആന ബലഹീനനാവാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, മുതലയുടെ ദംഷ്ട്രങ്ങൾ തുടലുമുള്ള പോലെ കൊളുത്ത് പോലെ പിടിച്ചിരിക്കുക ആനയുടെ കാലുമേ. ചോര വാർന്നു പോകുന്നുണ്ട്. ചോര വാർന്നു പോയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്നാണെങ്കിലും ചോര വാർന്നു പോയാൽ നമുക്ക് ക്ഷീണം സംഭവിക്കും, മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞരമ്പ് കെട്ടിയതാ മരിക്കണേ. ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ടും ചോര വാർന്നു പോകുന്നത് കൊണ്ടും ഗജേന്ദ്രൻ്റെ ശക്തി കുറഞ്ഞ് വരണു. മുതലയുടെ ശക്തി വെള്ളത്തിൽ വർദ്ധിച്ചു വരുന്നു. മുതല താഴേക്ക് വലിച്ചു താത്തി ചെളിയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ വലിച്ചു കയറ്റും എന്നൊരു ഭാവം ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ എന്ന ഭാവം വിട്ടു. എനിക്ക് ഒറ്റയ്ക്ക് ഈ മുതലയെ രക്ഷിക്കാൻ, ഈ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കൂട്ടുകാരെ, എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൊമ്പനാനകൾ ഓടി വന്നു. സകല ശക്തിയും ഉപയോഗിച്ച് ഗജേന്ദ്രനെ മുകളിലേക്ക് വലിച്ച് കയറ്റാൻ ശ്രമിക്കണം. പിടിയാനകളും കുട്ടിയാനകളും ബലഹീനരല്ലേ, അവർ കരയിൽ നിന്ന് ചിഹ്നം വിളിച്ച് കരയാൻ തുടങ്ങി. ദേ ഞങ്ങളുടെ നേതാവിനെ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. സകല ശക്തിയും ഉപയോഗിച്ച് ഈ കൊമ്പനാനക്കൂട്ടം വലിച്ചു കയറ്റാൻ നോക്കിയിട്ടും ഈ ഒരൊറ്റ മുതലയെ അതിലംഘിക്കാൻ സാധിച്ചില്ല പരീക്ഷത്തെ. ഗജേന്ദ്രൻ വീണ്ടും വെള്ളത്തിലേക്ക് താഴ്ന്ന് പോവാൻ തുടങ്ങി. അപ്പോഴാണ് കൊമ്പനാനകൾക്ക് മനസ്സിലായത്, മുങ്ങിച്ചാവാൻ പോകുന്നവനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നമ്മുടെ ജീവനും കൂടി വെള്ളത്തിലാവും. അവർ പിടിവിട്ടു. എന്താ കാരണം? ജിജീവഷോടാം ജീവാനാം ആത്മപ്രേഷ്ഠൈഹേപ്സിത. ഇന്നലെ ദധീച്ചി പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടതെന്താ? സ്വന്തം ജീവനാണ്. സ്വന്തം ജീവനെ റിസ്ക് എടുത്തിട്ട് മറ്റുള്ളവരെ ആരെങ്കിലും രക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ സ്വന്തം ജീവനാണ് എല്ലാവർക്കും വലുത്. നീ എനിക്ക് പ്രാണനാണ്, പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ്. തേനൊലിക്കുന്ന വാക്കൊക്കെ പറയും. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളോട് തന്നെയാണ്. നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ
മറ്റൊരാളുള്ളൂ. സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് ആരും മറ്റുള്ളവരെ സഹായിക്കാൻ പോവില്ല. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഗജേന്ദ്രന് സത്യം മനസ്സിലായത്. ഈ ലോകത്തിൽ എന്നെ സഹായിക്കാൻ ആർക്ക് സാധിക്കില്ല. കൊമ്പനാനകൾ പിടിയാനകൾ അബലരാണ്. പിടിയാനകളും കുട്ടിയാനകളും അബലരാണ്. കൊമ്പനാനകളാണെങ്കിലോ അവർ പിടിവിട്ടു. ഇതേ നിമിഷം വരെ താൻ സ്നേഹിച്ച് വിശ്വസിച്ച് സഹായിച്ച് സംരക്ഷിച്ച് നയിച്ചതായ ആ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നവര് ഒരവസരം വന്നപ്പോൾ അവർ കൈയൊഴിഞ്ഞു. ഇത് ലോകത്തിൻ്റെ ഒരു ഗതിയാണ്. അപ്പോഴാണ് ഗജേന്ദ്രന് മനസ്സിലായത് ഈ ലോകത്തിൽ സ്വന്തം എന്നൊരു പദാർത്ഥമില്ല, ഒരു വാക്കില്ല. ആരും ആർക്കും ബന്ധുവില്ല, ശത്രുവില്ല. ഈ ലോകത്തിൽ എന്നെ സഹായിക്കാൻ ലോകത്തിൽ ആർക്ക് സാധിക്കില്ല എന്നുറപ്പായി. ദധ്യൗ ഇമാം ബുദ്ധിം അഥാഭ്യപദ്യത അപാരയൻ ആത്മവിമോക്ഷണേ ചിരം. ഇനി തന്നെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ എന്ന് ഓർമ്മ വന്നു. ആ അപകടാവസ്ഥയിൽ, ആ ദുരന്ത അവസ്ഥയിൽ, ആ കാഷ്വാലിറ്റി നടക്കുന്ന ആ അവസ്ഥയിൽ തന്നെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ, വേറെ ആർക്കുമല്ല. ഭീതം പ്രപന്നം പരിപാതി. പേടിച്ചരണ്ടവനെ ആരാ സഹായിക്കുക? ശരണാഗതി പ്രാപിച്ചവനെ ആരാ സഹായിക്കുക? ആ സാക്ഷാൽ പരിപാതി യദ്ഭയാൽ. ഭയത്തിൽ നിന്ന് അഭയം നൽകി ആരാ നമ്മളെ രക്ഷിക്കുക? മൃത്യുപ്രധാവതി. മൃത്യു പോലും യാതൊരുത്തനെ പേടിച്ചിട്ടാണോ പലായനം ചെയ്യുന്നത്? അവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ആർക്ക്? സാക്ഷാൽ ഭഗവാന്. ആ അവസാന സമയത്ത്, ആ അപകടാവസ്ഥയിൽ, ദുരന്താവസ്ഥയിൽ, ആ സമയത്ത് തനിക്ക് ആശ്രയമായിട്ട് ഈ ബന്ധുമിത്രാദികൾ ആരുമില്ല എന്ന് ഉറപ്പ് വന്നു. ഇതാരുടെ കഥയാണ്? ഭാഗവത സപ്താഹ വേദിയിൽ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആനയുടെ കാലുമ്മ മുതല പിടിച്ചു എന്നല്ല. വേദവ്യാസ മഹർഷി പറയാ, മണ്ടന്മാരായ മനുഷ്യരെ, ഇത് ആനയുടെ കാലുമ്മ മുതല പിടിച്ചതൊന്നുമല്ല. പിന്നെ ആരുടെ കഥയാ? നിങ്ങളുടെ കഥയാണ്. 26-ാമത്തെ ശ്ലോകത്തിൽ 2-ാമത്തെ വരിയിൽ ഒരു വാക്ക് കൊടുത്തു, യഥാഗൃഹീ. ഗൃഹികളുടെ അവസ്ഥയാണ് നമ്മളാകുന്ന ഗൃഹികളുടെ അവസ്ഥ. നമുക്ക് 3 റേഞ്ചാണ്. 1 ഗൃഹി, 2 ഗൃഹസ്ഥൻ, 3 ഗൃഹസ്ഥാശ്രമി. ആരാ ഗൃഹി? എൻ്റെ 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 എന്ന പശയും കൊണ്ട് നടക്കുന്നവനെ ഗൃഹി എന്ന് പറയുക. ഒരു സാധനം പോലും എൻ്റേതായിട്ടില്ല എന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ എൻ്റെയാണ്, ഇതൊക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കുന്ന മിഥ്യാധാരണയുള്ള ജീവാത്മാവിൻ്റെ പേരാണ് ഗൃഹി. നമ്മൾ പറഞ്ഞില്ലേ പലതവണ, ധാരായിമേമേ ഭാര്യൻ്റെ, തനയായിമേമേ മക്കളെൻ്റെ, ഗൃഹായിമേമേ വീടൻ്റെ, പശവശമേമേ പശുക്കളെൻ്റെ, മേമേകര മേഷസമാനധർമ്മ. ആടിനെ പോലെയാ മേ 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 മേ, എൻ്റെ 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 എൻ്റെ. എന്ത് സാധനമുണ്ട് എൻ്റെ? ലോകത്തിൽ ഒരു സാധനമില്ല. നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മളെ സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല. അച്ഛനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ ബന്ധുക്കളെന്നോ മിത്രങ്ങളെന്നോ അയൽവക്കക്കാരെന്നൊക്കെ പറയുന്നത് വേഷം കെട്ടി വരുന്ന ഓരോ കഥാപാത്രങ്ങൾ മാത്രമാണ്. ആർക്കും നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറയാറില്ലേ, അവനൊരാവശ്യം വന്നപ്പോൾ കയ്യും മെയ്യും മറന്ന് ഞാൻ അവനെ സഹായിച്ചു. കണ്ടോ, ഒരാവശ്യം വന്നപ്പോൾ അവൻ കൈയൊഴിഞ്ഞു. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭിക്ഷുഗീതയിൽ പറഞ്ഞതുപോലെ നായം ജനോമേ സുഖ ദുഃഖഹേതു. ആരും ആർക്കും സുഖം കൊണ്ടുവരണില്ല, ദുഃഖം കൊണ്ടുവരണില്ല. ഈ ബന്ധുവെന്നും മിത്രമെന്നും പറയുന്നത് എപ്പോഴാ? ഈ ദേഹാഭിമാനിയായ മനുഷ്യന് അടുപ്പം കൊണ്ട് തോന്നണത് ആ ബന്ധു മിത്രം എന്ന്.
വാസ്തവത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. ബന്ധുവില്ല, മിത്രവുമില്ല, ശത്രുവില്ല. ലോകത്തിൽ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന, ഏത് സമയത്തും നമ്മുടെ സംരക്ഷകനായിട്ട്, സേവനായിട്ട്, രക്ഷകനായിട്ട്, അനുഗ്രഹകർത്താവായിട്ട് ഒരാളേ ഉള്ളൂ. ഒരേ ഒരു ബന്ധുവേ നമുക്കുള്ളൂ. ആരാ ബന്ധു? എല്ലാ ദിവസവും സഹസ്രനാമത്തിൽ നമ്മൾ ജപിക്കാറില്ലേ? ലോകബന്ധു, ലോകനാഥോ, മാധവോ, ഭക്തവത്സല. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമേ നമുക്കൊരു ബന്ധുവുള്ളൂ. ഇതാദ്യം കൂടെ ഉറക്കണം. ഏകാദശ സ്കന്ധത്തിലെ ഉദ്ധവന്റെ ബദരീയാത്ര സമയത്ത് പറയും, ജഗദേക ബന്ധുന. ലോകത്തിൽ നമുക്ക് ഒരേ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ഉറക്കണം. ഇവനൊരു ബന്ധു ഗുരുവായൂരപ്പ, അവിടുന്നില്ലാതില്ലവനിയിൽ അവനും ചെയ്യണേ കരുണാവാരിധേ എന്ന് വിളിച്ച് കരയാൻ പറ്റണം നമുക്ക്. ഒരു പ്രതിസന്ധിയിൽ, ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ, നമ്മൾ ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കില്ല. കാരണം അവരൊക്കെ നാശമുള്ളവരാ. നാശമുള്ള ഒരാൾക്ക് നാശമുള്ള മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഉത്തരാദേവി ആരെയാ ശരണം പ്രാപിച്ചത്? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യത്തത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. അങ്ങല്ലാതെ വേറെ ഒരാളെ എനിക്ക് അഭയമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? ബാക്കി എല്ലാവരും മരണധർമ്മമുള്ളവരാ. മരണത്തിൽ നിന്ന് ഒരു ജീവിയെ രക്ഷിക്കാൻ മരണമില്ലാത്തവന് മാത്രമേ, ശ്രുതിയില്ലാത്തവന് മാത്രമേ, അച്യുതനും അവ്യയനും അനന്തനുമായ ഒരുത്തന് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നാണ് ഉത്തരാദേവി പറഞ്ഞത്. അപ്പൊ നമ്മളെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാ സാധിക്കുക? ഇവനൊരു ബന്ധു ഗുരുവായൂരപ്പ, അവിടുന്നില്ലാതില്ലവനിയിൽ. ഇത് തോന്നണം. ഇതൊന്നും ഇന്നത്തെ കലിയുഗ മനുഷ്യൻ മനസ്സിലാക്കില്ല. ആരും ആർക്കും ബന്ധുവല്ല എന്ന് വെച്ചാൽ ആരെ സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത്. എക്സ്പെക്ട് നത്തിങ് എന്ന. എൻ്റെ മക്കൾ എന്നെ രക്ഷിച്ചോളും, എൻ്റെ ഭർത്താവ് എന്നെ രക്ഷിച്ചോളും, എൻ്റെ ഭാര്യ എന്നെ രക്ഷിച്ചോളും, നടക്കില്ല ഒരിക്കലും. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് അവരുടെ സഹായം കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിക്കാം. കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിക്കാം. നമ്മളെ രക്ഷിക്കാൻ ലോകത്ത് ആർക്ക് സാധിക്കില്ല. ഇതൊക്കെ വെറുതെ നമ്മൾ പറയാ രക്ഷിക്കാമെന്ന്. എപ്പോഴാണ് അറിയാമെന്നറിയോ? നമുക്കൊരവസ്ഥ വരും. പലർക്കും ഉണ്ടാകുന്നൊരവസ്ഥ, ഭീകരമായിട്ടുള്ള രോഗം വന്നിട്ട് ICU യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രോഗി നിശ്ചലനായിട്ട് കിടക്കുക, നല്ല ബോധമുണ്ട്, മരണത്തിനെ മുഖാമുഖം കാണുന്ന അവസ്ഥ. നമ്മൾ പറയാതെ ചത്തു പോകേണ്ടതാ ഞാൻ, ആരോ രക്ഷിച്ചു എന്നെ. ആര്? ഈ ആരോ ARROW അല്ല. ഈ ആരോ ആരാ? ആ കരുണാവത്സരനായിരിക്കുന്ന, ഭക്തപ്രിയനായിരിക്കുന്ന ആ ഭഗവാനെ മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ബന്ധുവോ മിത്രമോ ഭാര്യയോ ഭർത്താവോ ആരോ ആയിക്കോട്ടെ, ഭീകരമായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ട് ICU റൂമിൽ കിടക്കുന്ന നേരത്ത് നമ്മുടെ സഹപ്രവർത്തകർ വന്നിട്ട് പറയുകയാണ് നമ്മുടെ പത്നിയോട്, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ ഞങ്ങൾ പേ ചെയ്തോളാം, ഞങ്ങൾ ഷെയർ ചെയ്തത്, എത്ര ലക്ഷം വന്നാലും ഞങ്ങൾ പേ ചെയ്തോളാം. ഹോസ്പിറ്റൽ ബില്ലിന് ആളായി. നമ്മുടെ മിത്രങ്ങളെ ബന്ധുക്കൾ വന്ന് പറയുകയാണ്, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ICU യൂണിറ്റിൽ ഞങ്ങൾ മാറി മാറി രാപ്പകൽ ഇരുന്നോളാം. ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ ആളായി, കാവലിരിക്കാൻ ആളായി. ഈ രോഗി അനുഭവിക്കുന്ന ആ വേദന ഷെയർ ചെയ്യാൻ ആർക്കാൻ പറ്റുക? പൈസ ഷെയർ ചെയ്യാം, സമയം ഷെയർ ചെയ്യാം. വേദനയോ വാട്സാപ്പിൽ മെസ്സേജ് ഷെയർ ചെയ്യണ പോലെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഡോക്ടർമാരോട് പറയാം, എത്ര കോടി രൂപ വേണമെങ്കിൽ ഞങ്ങൾ ചെലവാക്കാം, ഞങ്ങളുടെ ബന്ധുവിനെ രക്ഷിക്കണം എന്ന്. ഡോക്ടർമാർ പറയും, എന്താ പറയുക, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നാണ്. ഭേഷജവും ഭിഷക്കുമായിരിക്കുന്ന ഭഗവാൻ, സാക്ഷാൽ വൈദ്യനാഥൻ
ഭിഷജേ സർവരോഗിണാം. ആ ശൃംഗവൃത്തദേവര് ആ ഡോക്ടർമാരുടെ കൈകളിൽ ഭേഷജവും ഭിഷക്കുമായിരിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ധന്വന്തരമൂർത്തി ഞങ്ങളുടെ വിരലുകളിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ we will do our best. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഭക്തവത്സലനായിരിക്കുന്ന കരുണാവാരിധിയായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ആ മമ്മിയൂരപ്പൻ, ആ ശൃംഗവൃത്തപ്പൻ ഞങ്ങളുടെ വിരലുകളിൽ ശക്തിസ്രോതസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധു രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഒരു വെളുത്ത തുണി കൊണ്ട് അങ്ങോട്ട് മൂടിയിട്ട് ഒരു വാക്കേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, സ്വാമി. അതുകൊണ്ട് പരമാവധി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഈ ഒരു രംഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവനോരു ബന്ധു ഗുരുവായൂരപ്പ അവിടൊന്നല്ലാതില്ലവനിൽ അവനം ചെയ്യണേ കരുണാവാരിധേ എന്ന് പറഞ്ഞ് ഗജേന്ദ്രനെ പോലെ നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. എൻ്റെ 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 എന്ന് പറഞ്ഞ് എല്ലാം സ്വന്തമാണെന്ന് പറയുന്ന മണ്ടനായ മനുഷ്യ, നിനക്കൊരവസ്ഥ വരും. ആചാര്യസ്വാമിയുടെ പറഞ്ഞ പോലെ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം ജരേയം പിശാചീവ ഹാ ജീവതോ മേ മൃജാമത്തിരക്തം ച മാംസം ബലം ച അഹോ ദേവസീതാമി ദീനാനുകമ്പിൻ കിമദ്യാവിഹന്ത ത്വയോദാസിതവ്യം. അങ്ങനെ സകലതും എൻ്റേത് 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ആ സകലത്തിനെയും ഉപേക്ഷിച്ചിട്ട് ഒന്നും തൻ്റെയല്ല, ആരും എനിക്ക് ബന്ധമില്ല, മിത്രമില്ല, എൻ്റേതെന്ന ഭാവമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരവസരത്തിൽ ലപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീല പ്രസീദ കൃപാലോ ഹരേ എന്ന് പറഞ്ഞ് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. ഗജേന്ദ്രന് ആ ഒരു ഭാഗ്യമുണ്ടായി. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ലോകത്തിലുള്ള സകല ആൾക്കാരും മാറി നിൽക്കുന്ന സമയത്ത്, നിസ്സഹായരായിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും സഹായിക്കാനില്ലാതെ മാറി നിൽക്കുമ്പോൾ, ഇനി അഥവാ ബന്ധുമിത്രാദികൾ സഹായിക്കാനെന്ന് പറഞ്ഞ് വന്നാലും അവരെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കണു. ഇവിടെ ബന്ധുമിത്രാദികൾ ഇല്ലാത്തതാണോ ഗജേന്ദ്രന്? അവർ നിസ്സഹായരായി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ആ ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. ഇതിനാണ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി വരണമെങ്കിൽ സദാസേവ്യ സദാസേവ്യ. ഇതേപോലത്തെ സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ഭഗവാന്റെ കഥകൾ കേട്ട് 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 നാവെടുത്താൽ ഹരേ, ഇന്നലെ അജാമളൻ വിളിച്ചതുപോലെ നാരായണ എന്ന് വിളിക്കാറാവണം. ആ നാരായണ എന്നോ ഹരി എന്നോ ശിവശിവ എന്നോ ഏതൊരാപൽസന്ധിയിലും നമുക്ക് ഉച്ചരിക്കാറായാൽ ഹരി ഹരതി പാപാനി, ആ സകല പാപങ്ങളെയും ഭഗവാൻ അപഹരിക്കുന്നു. ഇതാണ് ആ ഗജേന്ദ്രന് ഉണ്ടായ ഭാഗ്യം. ആ ഗജേന്ദ്രനെ പോലെ നമുക്കും ഭഗവാനെ വിളിച്ച് കരയാനായിട്ട് സാധിക്കണം. കാരണം ഈ ലോകത്തിലുള്ള ആർക്കും നമ്മുടെ വേദനകളെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ? നമ്മൾ പറയാറുണ്ട്, ഒരുപാട് സങ്കടം ഇങ്ങനെ കെട്ടിപ്പോയിച്ചോണ്ട് നിങ്ങൾ നടക്കണ്ട കേട്ടോ, ആരോടെങ്കിലും ഒന്ന് പറയൂ, എന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും. ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു പോർഷനും എടുത്തുകൊണ്ട് പോകും. 100 കിലോ ദുഃഖമുണ്ടെന്ന് വിചാരിക്കുക, ഒരാളോട് അങ്ങോട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ
50 കിലോ കുറയോ? മണ്ടത്തരാണ്. ഒരാളോട് പറഞ്ഞാൽ അയാളുടെ സിമ്പതി പിടിച്ചു പറ്റാം, അയാളുടെ മനസ്സിനെയും കൂടി ദുഃഖിപ്പിക്കാം. കഷ്ടേ, ആ തമ്പുരാന്റെ ഗതി ഇങ്ങനെയായില്ലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുക്കാം, സിമ്പതി മേടിക്കാം, അല്ലെങ്കിൽ അയാളുടെ മനസ്സും കൂടി വിഷമിപ്പിക്കാൻ എന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്ക് പറയേണ്ടത് ആരോടാ? നമ്മുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണി എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താ ക്ഷേത്രം? ക്ഷയാൽ ത്രായതേ. നമ്മുടെ ക്ഷയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ ദുഃഖങ്ങളിൽ നിന്ന് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ. മഹാദേവന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. മഹാദേവൻ നേരത്തെ നമ്മൾ പാരണം ചെയ്തു. കാളകുട വിഷത്തിനെ പാനം ചെയ്തിട്ട് ലോകത്തിനെ എല്ലാവരെയും രക്ഷിച്ചു. ആ കാളകുടത്തിനെ വിഷത്തിൽ ഭക്ഷിച്ചിട്ട് ത്രൈലോക്യത്തിനെ രക്ഷപ്പെടുത്തിയതുപോലെ നമുക്ക് വരുന്ന ആപത്തുകളെ സംഹരിക്കാൻ സംഹാരവിധനായിട്ടുള്ള ശൃംഗപുരത്ത് ദേവർക്ക് മാത്രമേ പറ്റുള്ളൂ, ഗുരുവായൂരപ്പന് മാത്രമേ പറ്റുള്ളൂ. ഇതങ്ങോട്ട് ആദ്യം ഉറക്കണം. അതിന് പകരം എന്താ? ഞാൻ ഞാൻ ഞാൻ. ഈ ഭാവം, ഞാൻ എന്ന ഭാവത്തിന് പ്രസക്തിയില്ല, എൻ്റെ എന്നുള്ള ഭാവത്തിന് പ്രസക്തിയില്ല. ഇവിടെ ഈശ്വരനാ പ്രസക്തി. ചില സപ്താഹ വേദികളിൽ ചെല്ലുമ്പോഴേ സപ്താഹത്തിന് നോട്ടീസ് അടിക്കുന്ന മുമ്പ് സംഘാടകർ വന്നിട്ട് തമ്പുരാൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാ ഫോട്ടോ? തമ്പുരാനാ വായിക്കണം. എൻ്റെ പേരെഴുതി വെച്ചിട്ടില്ലേ സംഗമേശ്വരൻ തമ്പുരാൻ, പിന്നെ എൻ്റെ ഫോട്ടോ എന്തിനാ? ആ ഭഗവതിൽ തിടമ്പേറ്റാൻ കോന്നി അയ്യപ്പൻ വരണോ എന്ന് പറഞ്ഞ ആനയുടെ ഫ്ലക്സ് വെക്കണ പോലെ എൻ്റെ ഫോട്ടോ വെച്ചാൽ ഭാഗവത സപ്താഹം കേൾക്കാൻ ആൾക്കാർ വരുള്ളൂ. എന്തൊരു മണ്ടത്തരായി ഇവർ. എത്ര പറഞ്ഞാലും ചില സംഘാടകർക്ക് മനസ്സിലാവും തമ്പുരാൻ്റെ ഫോട്ടോ വേണം, സഹ ആചാര്യന്മാരുടെ ഫോട്ടോ വേണം. പല സ്ഥലത്തും അതെ. സപ്താഹം ഇത് നമുക്കെന്താ പ്രസക്തി? നമ്മളാരാ? ആരുമല്ല. ആ ഭഗവാന്റെ ഫോട്ടോ വയ്ക്കൂ. ഞാനതേ പറയുള്ളൂ. നമ്മളാരാ? കൊല്ലത്തോറും ആചാര്യന്മാർ മാറി മാറി വരണു. ഏത് ആചാര്യം വന്നാലും എന്താ? ഭഗവാന്റെ കഥകൾ കേൾക്കല്ലേ വേണ്ടേ? സംഗമേശൻ തമ്പുരാനുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ പ്രസക്തിയില്ല, സംഘാടകർക്ക് പ്രസക്തിയില്ല, ശ്രോതാക്കൾക്ക് പ്രസക്തിയില്ല. ഇവിടെ ഈ സപ്താഹം എന്ന് പറയുന്ന രാജസൂയത്തിന്റെ പ്രസിഡന്റ്, ചെയർപേഴ്സൺ ഭഗവാനാ. ഭഗവാൻ നമ്മളെ നിയോഗിക്കണോ? ശ്രോതാക്കളും വക്താക്കളും സംഘാടകരും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പ്രസക്തിയില്ല ഇവിടെ. നമ്മൾക്കെന്താ? ആ ഭഗവാനോട് നമസ്കാരം പറയാം. ഭഗവാനെ, ഭാഗവത സപ്താഹം കേൾക്കാൻ അടിയനെ അനുഗ്രഹിച്ചില്ലേ, അവിടത്തേക്ക് അനന്തകോടി നമസ്കാരം. ഭഗവാനെ പറ്റി പറയാൻ അനുഗ്രഹിച്ചില്ലേ, ഭഗവാനെ പറ്റി കേൾക്കാൻ, ഒരു സപ്താഹ സംഘടിപ്പിക്കാൻ, നടത്താൻ അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ, അവിടത്തേക്ക് അനന്തകോടി നമസ്കാരം. ഇതേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ സപ്താഹം നടത്തി, ഞാൻ സപ്താഹം നടത്തി, ഞാൻ സപ്താഹം വായിച്ചു കേട്ടു. ഈ ഭാവമല്ല നമുക്ക് വേണ്ട. നമ്മളാരും അല്ല, നമ്മുടെ ബിഗ് സീറോ ആണ് എന്ന് ഓർമ്മ വേണം. നമ്മൾ സീറോ, ഭഗവാൻ ഹീറോ. ഇത് ഓർത്തിരുന്നാൽ മതി. യൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. നമ്മൾ വട്ടപൂജ്യം, നമ്മൾ പൂജ്യം, ഭഗവാൻ പൂജ്യൻ. ഇത് ഓർത്തിരുന്നാൽ മതി. എപ്പോഴും ഓർക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും, ഓരോ തവണ ഹൃദയം പഠിക്കുമ്പോഴും ഈ തത്വം മനസ്സിൽ ഉറക്കുക. എന്ത്? വി ആർ സീറോ, ഹി ഈസ് ഹീറോ. ഇതുറച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഗജേന്ദ്രന് അത് അവസാന നിമിഷമാണ് മനസ്സിലായത്. ഗജേന്ദ്രനെ പോലെ അവസാന നിമിഷത്തിലേക്ക് കാത്തു നിൽക്കണ്ട, അതടയ്ക്കും. ഗജേന്ദ്രനെ പോലെ അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കണ്ട. ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു അപകടസന്ധി വന്നിട്ട് വേണ്ട നമുക്ക് ഭഗവാനെ വിളിക്കാൻ. നമ്മൾ അതാ ചെയ്യുക. ആവശ്യം വരുമ്പോഴേ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ദുരിതം മുഴുവൻ മാറ്റണേ എന്നാ. അതിനു മുമ്പ് വിളിച്ചുകൂടെ ഗുരുവായൂരപ്പനെ? ഇതാണ് ആ ഗജേന്ദ്രന് ഉണ്ടായ ആ ഭാഗ്യം. അവസാന കാലത്തെങ്കിലും ഭഗവാനെ വിളിക്കാനുള്ള ഭാഗ്യം
നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. മുഹുരഹോ മുഹുരഹോ മുഹുരഹോ. ആ ഭഗവാന്റെ കഥകൾ കേട്ട് 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 ഭാഗവതം കേട്ട് 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 ആ ഭഗവത് നാമങ്ങളെ ഉച്ചരിക്കാനുള്ള നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ എന്ന് പ്രാർത്ഥിക്കുക. അവസാന കാലത്ത് ആവാന്ന് പറഞ്ഞാൽ നാവ് അനങ്ങിയില്ലെങ്കിലോ, സർവ ഇന്ദ്രിയങ്ങളും നശിച്ചാലോ പറ്റില്ല. നല്ല ബോധമുണ്ട്, അന്ന് കുറെ നാമം ജപിക്കാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? യാവൽ സ്വസ്ഥമിതം ശരീരമനുജം യാവച്ചേന്ദ്രിയ ശക്തി അപ്രതിഹത എന്നൊക്കെ ഭർതൃഹരി പറയും. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കുന്നതിന് മുമ്പ്, ശരീരം അസുഖത്തിന് അടിമപ്പെടുന്നതിന് മുമ്പ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ പറ്റണം. നളകൂപരമണിഗിരിവന്മാർ ഭഗവാനോട് പറയുന്നത് നാളെ നമുക്ക് കാണാം. വാണി ഗുണാനുകഥനെ, നാവ് കൊണ്ട് അങ്ങയെ സ്തുതിക്കാൻ പറ്റണം. ശ്രവണവും കഥായാം, അങ്ങയുടെ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റണം. ഹസ്തൗച കർമ്മസു, കൈകൾ കൊണ്ട് അങ്ങയുടെ സേവ ചെയ്യാൻ പറ്റണം. മനസ്തവ പാതയോർന്ന സ്മൃത്യാം, മനസ്സിൽ അങ്ങയുടെ പാദപങ്കിലങ്ങളെ ധ്യാനിക്കാൻ പറ്റണം. ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ, ശിരസ്സുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ പറ്റണം. ദൃഷ്ടിസദാം ദർശനസ്തു ഭവത്തനൂനം, കണ്ണുകൾ കൊണ്ട് കാണുന്നത് മുഴുവൻ അവിടുത്തെ രൂപമായിട്ട് കാണണം. ഈ ശരീരത്തിൻ്റെ ഓരോ അവയവം കൊണ്ടും ഓരോ ഇന്ദ്രിയം കൊണ്ടും ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. യത് ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ? തിരുനാമം ചൊല്ലാത്ത നാവെന്തിനാ? അപ്പോൾ ഈ ശരീരം തന്നിരിക്കുന്നത് നമുക്ക് തോന്നിവാസം ചെയ്യാനല്ല. ഇന്നലെ ഋഷഭയോഗീശ്വരൻ പറഞ്ഞില്ലേ, നായം ദേഹോ ദേഹഭാജം ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാമ്യേ തപോ ദിവ്യം പുത്രക ഏന സത്വം ശുദ്ധ്യസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. അപ്പോൾ ഈ ശരീരം തന്നിരിക്കുന്നത് ആ ഭഗവാനെ സ്തുതിക്കാനാണ് എന്ന് ഗജേന്ദ്രന് ബോധ്യം വന്നതുപോലെ ഒരു പ്രതിസന്ധിയിൽ ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം, ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവത് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, ലഭന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു പുരാരേ ഹരേ നാഥ നാരായണൈതി യഥാനുസ്മരിഷ്യാമി ഭക്ര്യാഭവന്തം തഥാ മേ ദയാശീല ദേവ പ്രസീദ. ആ നാവുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളെ സ്തുതിക്കാനായിട്ട് നാമം ജപിക്കുക, നാമം ജപിക്കുക എന്ന രീതിയിൽ ആ ഭഗവാനെ നാമം ജപിക്കാനായിട്ട് സാധിക്കണം. അന്ത്യകാലമടുത്തിടും നേരം അന്തകദൂതരടുത്തിടാതെ സന്താപനാശിനിയായൊരു ദേവിയെ സന്തോഷിച്ചമ്മാറോ കൈതൊഴുന്നേൻ എന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഇത് ചൊല്ലാൻ നാവിന് ശക്തി തരണം. ഇതാ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ഗജേന്ദ്രന് കിട്ടിയ ഭാഗ്യം നമുക്ക് കിട്ടണം. ഒരു ആവർസന്ധിയിൽ വിളിച്ച് കരയാൻ പറ്റണം. കാരണം നമ്മളെ സഹായിക്കാൻ ലോകത്ത് ആർക്ക് സാധിക്കില്ല. എക്സ്പെക്ട് നത്തിങ്. ആരും ആർക്ക് സഹായിക്കാൻ സാധിക്കില്ല. നായം ജനോമേ സുഖദുഃഖഹേതു. ആർക്കും ആരെ സഹായിക്കാനൊന്നും പറ്റില്ല. പിന്നെ എങ്ങനെ? ബന്ധുക്കളുടെ രൂപത്തിൽ, മിത്രങ്ങളുടെ രൂപത്തിൽ, അച്ഛൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, ഭാര്യയുടെ രൂപത്തിൽ, ഭർത്താവിൻ്റെ രൂപത്തിൽ ഓരോരുത്തരെ ഭഗവാൻ പറഞ്ഞയക്കും. അതിന് ഭാഗ്യം ചെയ്യണമെന്ന്. ഈശ്വരൻ ഇന്ന രൂപത്തിൽ വരണം എന്ന് വിചാരിക്കരുത്. പീതാംബരം കരവിരാ ശങ്കചക്ര കൗമോദകി സരസിജമായിട്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഭാഗ്യം, സിദ്ധി ഒന്നും നമുക്കില്ല. ഭഗവാൻ ഓരോ രൂപത്തിലാണ് വരിക. തമസിലെ വിരിമോദ്യ, കൂരിരുട്ടില് സൂര്യപ്രകാശമായിട്ടാവും, ടോർച്ചിന്റെ വെളിച്ചമായിട്ടാവും ഭഗവാൻ വരിക. മജ്ജതാമം പുരാശൗപ്ലവൈവ, വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്നവരെ വഞ്ചിയായിട്ടാവും, പൊങ്ങുതടിയായിട്ടാവും ഭഗവാൻ വരിക. പിന്നെ തൃഷിതാനാം സ്വാദവരിഷീയ മേഘ, ദാഹിച്ച് വരുന്നവന്, തൊണ്ട വരളുന്നവന് മഴത്തുള്ളിയായിട്ടാവും, ദാഹജലമായിട്ടാവും വരിക. ഇന്ന രൂപത്തിൽ ഭഗവാൻ വരും എന്ന് വിചാരിക്കരുത്. അങ്ങനെ ആ ഗജേന്ദ്രന് ഉണ്ടായ ഭാഗ്യം നമുക്കുണ്ടാവണം. ദധ്യൗ ഇമാം ബുദ്ധിം അധഭ്യപദ്യത
പണ്ട് കുറെ ഗായത്രി ജപിച്ചിട്ടുണ്ട്, പണ്ട് കുറെ നാമം ജപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാരായണ 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 എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉണ്ണിയെ വിളിച്ച അജാമിളന് ആസന്ന കാലത്ത് ആപത്സന്ധിയിൽ തൻ്റെ പുത്രനെ വിളിച്ച് നാരായണ എന്ന് വിളിക്കാൻ പറ്റിയതുപോലെ ഇവിടെ ഭഗവാനെ വിളിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് തൃണം അബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം. നമ്മുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് ഈശ്വരൻ്റെ പേരിടണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ? അറിയാണ്ടാണെങ്കിലും മക്കളെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കണം. അല്ലെങ്കിൽ 1 2 3 4 എന്ന നമ്പർ ഇട്ടാൽ പോരെ. നമ്മൾ വിളിക്കാൻ എളുപ്പത്തിന് കട്ട് ഷോട്ട് ചെയ്യാണ്. ഇട്ട പേര് നമ്മൾ വിളിക്കില്ല. പരമേശ്വരൻ്റെ പേരിട്ട പാച്ചൂന്നേ വിളിക്കുള്ളൂ, നാരായണൻ്റെ പേരിട്ട നാണൂന്നേ വിളിക്കുള്ളൂ. അപ്പ കുട്ട അമ്മു ഇതൊക്കെ നമ്മൾ വിളിക്കുക. നമ്മുടെ ദുഷ്കൃതം എന്നല്ലേ പറയുള്ളൂ. നല്ലൊരു പേരിട്ട് കഴിഞ്ഞാലും അത് വിളിക്കില്ല നമ്മൾ. എന്തിനാ കാരണന്മാരിത് പറഞ്ഞത്? ആ ഭഗവാന്റെ നാമങ്ങൾ മക്കളെ വിചാരിച്ച് വിളിക്കുകയാണെങ്കിലും രാമ 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 എന്ന ഭാവത്തിൽ ഭഗവാൻ വിളി കേൾക്കണം. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് ഷോർട്ട് നെയിം ഒന്നുമില്ല, സംഗമേശ സംഗമേശ എന്നാണല്ലോ അമ്മ വിളിക്കണേ, നിനക്ക് ചെറിയ പേരൊന്നും ഇല്ലേന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. എന്തിനാ ഈ നാമം ഇട്ടേക്കണമെന്നറിയോ? ഈ പേര് വിളിച്ച് വിളിച്ച് ഭഗവാൻ വിളി കേൾക്കണം. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ദൃഢം അബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യഥൗഹാൻ മഹിമാസദാദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗതാൻ എന്ന നാരായണീയക്ക് പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാൻ ആ നാവിന്മേൽ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ തത്തിക്കളിക്കാറാവണം. ഗജേന്ദ്രനെ പറ്റിയ ഭാഗ്യം നമുക്കുണ്ടാവണം. ഗജേന്ദ്രൻ്റെ ഗംഭീരമായുള്ള സ്തുതിയാണ്. അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. ഗജേന്ദ്ര സ്തുതി പറയണമെങ്കിൽ മിനിമം 5 മണിക്കൂർ വേണം. ഉപനിഷത്ത് സാര സർവസ്വമാണത്. സകല ഉപനിഷത്തിനെയും കാച്ചിക്കൂറിയ ഓരോ പദവും ഓരോ ഉപനിഷത്താണ്. അതിന് പറഞ്ഞ സപ്താഹത്തിലൊന്നും ഗജേന്ദ്ര സ്തുതി പറയാൻ സമയം കിട്ടില്ല നമുക്ക്. 1-2 വാക്കുകൾ മാത്രം എടുത്ത് പറയാം. നിർഗുണ പരബ്രഹ്മത്തിനെയാണ് അവിടെ സ്തുതിക്കണത്. അവികാരം അജം ശുദ്ധം നിർഗുണം യൽ നിരഞ്ജനം എന്ന് പറയുന്ന ആ നാമമോ രൂപമോ ധർമ്മമോ കർമ്മമോ തുടക്കമോ ഒടുക്കമോ ഗുണമോ ദോഷമോ ഒന്നുമില്ലാത്ത അവികാരം അജം ശുദ്ധം നിർഗുണം യൽ നിരഞ്ജനം ഏക ശുദ്ധ സ്വയം ജ്യോതി ഗുണമോ നിർഗുണാശ്രയ എന്ന് പറയുന്ന ആ ചൈതന്യത്തിനെയാണ് അവിടെ പറഞ്ഞത്. ബ്രഹ്മാവ് വരണമെന്നോ വിഷ്ണു വരണമെന്നോ അഗ്നി വരണമെന്നോ വരുണൻ വരണമെന്നോ ഒന്നുമല്ല. നമുക്കത് നാമരൂപം വേദേന ഭഗ്യാചകലയാ കൃത. നാമമോ രൂപമോ ഒന്നുമില്ലാത്ത ആ ചൈതന്യത്തിനെ, ആ ഭഗവാന്റെ മാഹാത്മ്യത്തിനെ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കണില്ല? അരൂപായ, രൂപങ്ങളില്ല ഭഗവാന്. പക്ഷേ ഒരു രൂപായ, അനേക രൂപങ്ങളെ സ്വീകരിക്കണു. എന്തിന്? അനുഗ്രഹായ ഭക്താന. മത്സ്യമായിട്ട് കൂർമ്മമായിട്ട് ഋഷഭനായിട്ട് നാരദനായിട്ടൊക്കെ അവതരിക്കണത് എന്തിനാ? ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട്. യസ്മിന്നിദം യദശ്ചേദം യേനേദം യദിദം സ്വയം യോസ്മാൽ പരസ്മാൽ ച പര തം പ്രപദ്യേ സ്വയംഭുവം ജന്മാദ്യസ്യ യഥാ എന്ന് പറയുന്ന ശ്ലോകം. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ആരിൽ നിന്നുണ്ടായോ? ആരുടെ ശക്തി കൊണ്ട് നിലനിൽക്കുന്നുവോ? ഏറ്റവും അവസാനം ആരിലേക്ക് വിലയം പ്രാപിക്കുന്നുവോ ആ പരബ്രഹ്മമൂർത്തിക്ക് നമസ്കാരം. നമോ ഗിരാം വിദൂരായ, വാക്കുകൾക്ക് അപ്പുറത്താണെന്നാണ്. തൈത്തിരീയ ഉപനിഷത്ത് പറയും യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സും ഇന്ദ്രിയങ്ങളും അന്വേഷിച്ച് ചെന്നിട്ട് പിടികിട്ടാതെ നിരാശരായിട്ട് തിരിച്ചു പോകുന്ന ചൈതന്യമേ, അവിടത്തേക്ക് നമസ്കാരം. നമോ ഗിരാം വിദൂരായ. ഇങ്ങനെ ഓരോ പദങ്ങളും ഓരോ ഉപനിഷത്താണ്. നമോ നമസ്തേഖിലകാരണായ, എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്നവനാണ് അങ്ങ്. എന്നാൽ അങ്ങേക്ക് കാരണമുണ്ടോ? ഇല്ല. നിഷ്കാരണായ, അത്ഭുതകാരണായ. എല്ലാം അത്ഭുതമാണ്, അമാനുഷികമാണ്, അലൗകികമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ. സർവാഗമായ മഹാർണവായ, സകല വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും സാര സർവസ്വമാണ് അവിടുന്ന്. ഇങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച്
ആ ഗജേന്ദ്രൻ പറഞ്ഞു, ജിജീവിഷേനാഹം, വലിച്ച് വലിച്ച് ഏതാണ്ട് ശിരസ് വരെ മുങ്ങാറായി. അപ്പോഴാണ് പറഞ്ഞത്, ജീവിക്കണം എന്ന് എനിക്ക് മോഹമൊന്നുമില്ല, ഈ മുതലയുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ല ഭഗവാനെ ഞാൻ പറഞ്ഞത്. ഇച്ഛാമി, എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? കാലേന നയസ്യ വിപ്ലവത്തസ്യാത്മലോകാവരണസ്യ മോക്ഷം. ആത്മാവിനെ ആവരണം ചെയ്യുന്ന അഹംബോധം എന്ന യവനിക, ഞാനെന്ന ഭാവമുള്ള ഈ അജ്ഞതയാകുന്ന ആവരണത്തിനെ അവിടെ നിന്ന് ഇല്ലാതാക്കണം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് മോഹമില്ല. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ഈ സംസാരചക്രത്തിൽപ്പെട്ട് നടക്കാൻ എന്താ കാരണം? അഹംബോധത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും. രണ്ടിൻ്റെയും ഫലം അനുഭവിക്കാൻ വീണ്ടും ശരീരം സ്വീകരിക്കണം. അതുകൊണ്ട് ഈ അജ്ഞാത തിമിരന്ധസ്യ, അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചിരിക്കുന്ന എന്നെ ഇനി ജന്മജന്മാന്തരങ്ങളായിട്ട് സംസാരചക്രത്തിൽപ്പെട്ട് വട്ടം കറങ്ങാതിരിക്കാനുള്ള അജ്ഞതയാകുന്ന ആവരണത്തിൻ്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ്. അപ്പോഴേക്കും ശിരസ് വരെ മുങ്ങാറായി. നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധേ ഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാം അനവാപ്യവത്മനെ. അനേക ഭീകരമായിരിക്കുന്ന ആ ശക്തിയോട് കൂടിയിട്ട് സകല ചരാചരങ്ങളെയും പാലിക്കുന്ന സച്ചിദാനന്ദമൂർത്തയെ കതീന്ദ്രിയാണാം അനവാപ്യവത്മനെ എന്നാണ്. അസത്തുക്കളായിരിക്കുന്ന വിഷയങ്ങളെ നിരന്തരം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തവനെ, അതീന്ദ്രിയനായവനെ, അവിടത്തേക്ക് നമസ്കാരം. അപ്പോഴേക്കും ആ ഗജേന്ദ്രൻ വെള്ളത്തിലിങ്ങോട്ട് താഴ്ന്നു. അവസാന നിമിഷം ആ ഭഗവാൻ വരുന്നത് കണ്ടു. ഭഗവാൻ സാക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത് നമേ ഭക്ത പ്രണശ്യതി, നമേ ഭക്ത പ്രണശ്യതി. ഭഗവാന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താ? മൈ ഡിവോട്ടീ ഷുഡ് നോട്ട് ബി പെരിഷ്ഡ്. എൻ്റെ ഭക്തന് നാശമില്ല, എൻ്റെ ഭക്തൻ നശിക്കരുത്. അഹം ഭക്തപരാധീന. ഭക്തദാസനാണ് ഭഗവാൻ. ആ ഭഗവാൻ പറയണു, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. അതുകൊണ്ട് ആ ഗജേന്ദ്രൻ്റെ ആ നിലവിളി കേട്ടു. തത്ര അഖില അമരമയോ ഹരി ആവിരാസിൽ. ഗജേന്ദ്രൻ്റെ നിലവിളി കേട്ട് ഭഗവാൻ അവിടെ ഗരുഡാരൂഢനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിവേഗത, ഗരുഡന് വേഗത പോരാ എന്ന് തോന്നിയെന്ന, വേദങ്ങൾക്ക് തുല്യമായിരിക്കുന്ന ചിറകുകൾ അടിച്ചു വരുന്ന ആ ഗരുഡന് വേഗത പോരാ എന്ന് തോന്നി. ഭഗവാൻ ഗരുഡന്റെ മുകളിൽ എടുത്ത് ചാടി എന്ന് ആചാര്യന്മാർ പറയാം. എന്നിട്ടും താൻ എത്തുന്നതിന് മുമ്പ് തൻ്റെ ഭക്തൻ ജലസമാധി അടഞ്ഞാലോ, ഗരുഡന്റെ മുകളിൽ എടുത്ത് ചാടിയിട്ട് സ്പീഡ് പോരാ. എന്നിട്ടാണ് ഭഗവാൻ സുദർശന ചക്രം എടുത്ത് അയച്ചത് എന്നാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാ വന്നത്? എത്ര സ്പീഡ് ഉണ്ടായിരുന്നു? ലോകത്തിൽ ഏറ്റവും സ്പീഡ് കൂടിയ സാധനം എന്താ? പ്രകാശം എന്നാണ് നമ്മൾ പറയുക. ഒരു സെക്കൻഡിൽ 1,65,000 കിലോമീറ്റർ എങ്ങാണ്ട സ്പീഡ് പ്രകാശത്തിൻ്റെ. അതിനേക്കാൾ സ്പീഡുണ്ട് നമ്മുടെ മനസ്സിന്. അതുകൊണ്ടാണ് മനോജപം എന്ന് പറഞ്ഞ്. സൂര്യരശ്മി ഭൂമിയിലെത്താൻ 8 മിനിറ്റ് വേണം. സൂര്യനെ ചിന്തിക്കാൻ 8 സെക്കൻഡ് വേണോ നമുക്ക്? വേണ്ട. അപ്പം മനസ്സിനാണ് സ്പീഡ് കൂടുക. പ്രകാശത്തിനേക്കാൾ സ്പീഡ് കൂടും മനസ്സിന്. പട്ടേരിപ്പാട് സമ്മതിക്കില്ല കേട്ടോ, മനസ്സിനല്ല സ്പീഡ് കൂടുക. പിന്നെ ആർക്കാ സ്പീഡ് കൂടുക? ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിനാണ് സ്പീഡ് കൂടുക എന്നാണ് പട്ടേരിപ്പാട് പറഞ്ഞത്. ഭൂരി കാരുണ്യവേഗാൽ സാക്ഷാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. പ്രകാശത്തിനേക്കാൾ വേഗം മനസ്സിനേക്കാൾ വേഗം ഭക്തവത്സരനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിനാണ്. തൻ്റെ ഭക്തൻ നശിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ചക്രേണ നക്രവചനം വിനിപാട്യ തസ്മാൽ ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര. ഭഗവാൻ ആ ഗരുഡന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന അവസരത്തിൽ കണ്ടു ഗജേന്ദ്രൻ അപ്പാടെ മുങ്ങി. ശ്വാസം കിട്ടാനായിട്ട് ആ തുമ്പിക്കൈ മാത്രമേ മുകളിലുള്ളൂ. ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഭഗവാനെ ദാ അടിയൻ ജലസമാധി അടയാൻ പോണു, അവിടത്തേക്ക് ദാ അടിയൻ്റെ വക ഉപഹാരം
എന്നുള്ള മറ്റൊരു തുമ്പിക്കൈ കൊണ്ട് വാസവിച്ചപ്പോൾ ഒരു താമരപ്പൂ കിട്ടി. ആ താമരപ്പൂ എടുത്ത് ഭഗവാനോട് അർച്ചിച്ചു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചിച്ചു. ഭഗവാൻ ആ താമരപ്പൂ കയ്യിൽ മേടിക്കേണ്ട താമസം. ഭൂരികാരുണ്യവേഗാൽ നക്ഷക്രേണ നക്രവദനം വിനിപാട്യ. ആദ്യം സുദർശനചക്രം കൊണ്ട് തലയെറുത്തത് ആ മുതലക്കാണ്. എന്നിട്ടാണ് ആ ഗജേന്ദ്രനെ രക്ഷിച്ചത്. സുദർശനചക്രത്തിൻ്റെ സ്പർശം വന്നപ്പോഴേക്കും നക്രം എന്നത് ഹൂഹു എന്ന ഗന്ധർവനായി. മുതലയുടെ പിടിവിട്ടപ്പോൾ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവായി ആരുടെ സ്ഥാനത്ത്. ഭഗവാൻ അങ്ങോട്ട് പിടിച്ചുയർത്തിയപ്പോഴേക്കും ഇന്ദ്രദ്യുമ്നൻ ഭഗവാന്റെ അതേ രൂപം, സാരൂപ്യം. ഇവിടെ നമുക്കൊരു സംശയം തോന്നും, 28 ശ്ലോകത്തിൽ സ്തുതിച്ചത് മുഴുവൻ ഗജേന്ദ്രനല്ലേ? എന്നിട്ട് ആദ്യം മോക്ഷം കൊടുത്തത് ആർക്കാണ്? ചക്രേണ നക്രവദനം വിനിപാട്യ. ആദ്യം മുതലക്ക മോക്ഷം കൊടുത്തേ. അതെന്താ അങ്ങനെ? ഇന്നലെ വൃത്രാസുരന്റെ പ്രാർത്ഥന കേട്ടു ഭഗവാൻ. എന്താ? ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. ദാസനാവാൻ പറ്റിയില്ലെങ്കിൽ ദാസന്റെ ദാസനാവണം. ഭഗവാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ കാല് പിടിക്കുന്നവൻ എൻ്റെ ദാസൻ, എൻ്റെ ദാസന്റെ കാല് പിടിക്കുന്നവനോ അവനല്ലേ ശ്രേഷ്ഠൻ. എൻ്റെ കാല് പിടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ എൻ്റെ ഭക്തന്റെ കാല് പിടിക്കുന്നവനാണ്. അപ്പം ആദ്യം അവനെയല്ലേ ഞാൻ മോക്ഷം കൊടുക്കണ്ടേ? അങ്ങനെ ശ്ലോകം. ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാൽ ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര. ഭഗവാൻ സുദർശചക്രം എന്നുള്ള കാരിരുമ്പ് ചക്രം കൊണ്ട് അവരുടെ തല വെട്ടിപ്പൊളിച്ചു എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. സുദർശനം, ഭഗവാന്റെ ഒരു നോട്ടം എന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ചക്രം കൊണ്ട് തല വെട്ടി കീറിയെന്നൊന്നും അല്ല അർത്ഥം. ഭഗവാന്റെ ഒരു നോട്ടം മതി. കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം. ഭഗവാൻ ഒരു നോട്ടം നോക്കിയാൽ മതി. നമ്മുടെ സകല പാപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത്, ഗുരുവായൂരപ്പ ആ കണ്ണ് തുറന്ന് അടിയനെ ഒന്ന് നോക്കിക്കൂടേ എന്നാ. അങ്ങനെ ആ ഭഗവാന്റെ ദിവ്യദൃഷ്ടി, സുദർശനം നമുക്ക് കിട്ടാൻ നമ്മൾ സംസിദ്ധരിതോഷണം. ഭഗവാനെ സന്തോഷിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ കണ്ണു തുറക്കും. ഇല്ലെങ്കിലോ ഭഗവാൻ കണ്ണ് അടച്ചിരിക്കുകയും ചെയ്യും. ഇതാണ് ആ ഗജേന്ദ്രന് കിട്ടിയ ഭാഗ്യം. മറ്റൊരു ഗരുഡനെ വരുത്തി ഗണ്ഡകാക്ഷന്മാരിലേൽ രണ്ടുപേരുമൊപ്പം അല്ലലിനെ പരസ്പരം സല്ലപിച്ചുകൊണ്ട് എന്നൊക്കെയാണ് ഭക്തശിരോമണി വാഴകുന്നം പറഞ്ഞത്. ആ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ഗജേന്ദ്രനെ. ഹൂഹു എന്ന ആ ഗന്ധർവൻ ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് മാറി. സന്ധ്യാവദനത്തിന് വന്നിറങ്ങി വെള്ളത്തിൽ നിൽക്കുമ്പോൾ മുങ്ങാങ്കുഴിയുടെ ഒന്ന് കാലുമ പിടിച്ചു. വെള്ളത്തിൽ കിടക്കാനാണോ മോഹം? മുതലയാവും പോട്ടെ എന്ന് പറഞ്ഞു. പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്നൻ ധ്യാനനിരതരായിട്ടിരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി എന്ന ഗുരു വന്നു. ഗുരുവിന് മനസ്സിലായി, അഗസ്ത്യൻ എന്ന ഗുരുവിന് മനസ്സിലായി ഇന്ദ്രദ്യുമ്നന് കുറച്ചുകൂടി പ്രാരബ്ധ കർമ്മം തീരാനുണ്ട്. ഈ ജന്മം പോരാ, ഒരു ജന്മം കൂടി എടുക്കണം. ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു ജന്മം കൂടി എടുക്കണം. അപ്പോൾ ത്രികാലജ്ഞാനിയായ അഗസ്ത്യൻ ശപിച്ചതാണ് ആനയായി പോട്ടേന്ന്. ഭാഗവതത്തിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭാഗവതത്തിലെ ഏതെല്ലാം ശാപങ്ങളുണ്ടോ അതൊക്കെ അനുഗ്രഹം. ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള അനുഗ്രഹമാണ് സകല ശാപവും. ഏത് ശാപം വേണേ എടുത്ത് നോക്കിക്കോളൂ. മൂത്തവർ ചൊല്ലും മുതനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന പറഞ്ഞ പോലെയാ. നാളെ നളഗോപുരമണിഗിരിയുണ്ടായ നാരദമഹർഷി ശപിക്കും. അവിടെ നളഗോപുരമണിഗിരിയുണ്ടായ തയോർ അനുഗ്രഹാർത്ഥായ എന്നാണ്. ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശപിച്ച്. ശാപം കിട്ടുമ്പോഴല്ലേ വേദന വരിക, അപ്പോഴല്ലേ വിവേകം വരിക, അപ്പോഴല്ലേ വിരക്തി വരിക, അപ്പോഴല്ലേ ഭഗവാൻ വരിക. അപ്പോൾ ഭഗവാനെ കിട്ടാൻ സജ്ജനങ്ങൾ ശാപരൂപത്തിൽ അനുഗ്രഹിക്കും എന്നർത്ഥം. അങ്ങനെ ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞു. ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ താല്പര്യം എന്താ? നമ്മൾ എല്ലാ ദിവസവും പൂക്കൾ കയ്യിൽ പിടിച്ച് ആദ്യം ജപിക്കുന്ന ശ്ലോകം, സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹവിഹീതാംഗം സമുദ്ധര ഭവാർണവാൽ. ഇതാണ് ഗജേന്ദ്രമോക്ഷം കഥ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ലേശപൂർണമായിരിക്കുന്ന ജീവിതമാണ് സംസാരസാഗരം എന്ന ചളിക്കുണ്ട്.
അതിൽ ഗജേന്ദ്രന്മാരായിട്ടിരിക്കണോ നമ്മൾ. എന്താ ഗജേന്ദ്രൻ എന്ന് പറയാൻ കാരണം? ആനയ്ക്ക് കറുത്ത നിറമാണ്. നമ്മുടെ അഹംബോധം അത് കറുത്ത നിറമാണ്. എന്നാ വണ്ടിനെ പറഞ്ഞാൽ പോലെ എടുത്താൽ പൊന്താത്ത ഈഗോ കൊണ്ടാണ് നമ്മൾ നടക്കണേ. അമ്പടെ ഞാൻ എന്നെ കഴിഞ്ഞേ ആൾക്കാരുള്ളൂ എന്നുള്ള ഭാവമാണ് അല്ലേ. ഞാൻ 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 എന്ത് പറഞ്ഞാലും ഇതേ നമുക്ക് പറഞ്ഞു. ഞാനില്ലെങ്കിൽ കാണാറുന്നോ? ഈ ഞാനെന്ന ഭാവത്തിൻ്റെ ജൈജാൻറ്റിക് സൈസ് കാണിക്കാനാണ് ആനയെ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലേശപൂർണമായിരിക്കുന്ന സംസാര സാഗരത്തിൽ മുതല എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. ആ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മുടെ പിടിച്ചു വലിക്കുക രക്ഷപ്പെടാനാവാതെ പഞ്ചേന്ദ്രിയങ്ങളുടെ രൂപത്തിൽ. അപ്പോൾ എന്ത് വേണം? ആ ഭഗവാനെ നമ്മൾ വിളിച്ച് കരഞ്ഞ് ഒരു താമരപ്പൂ കൊടുക്കണം. ഏതാ താമരപ്പൂവ്? നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂവ്. ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഇന്നും കാണുന്ന താമരപ്പൂവ് ആ ഗജേന്ദ്രനായിരിക്കുന്ന ഭക്തൻ കൊടുത്തതാണ്. അപ്പോൾ ക്ലേശപൂർണമായിരിക്കുന്ന ജീവിതം എന്ന സംസാരത്തിൽ കർമ്മങ്ങളാകുന്ന മുതലകളുടെ പിടിയിൽപ്പെട്ട് നമ്മൾ മരണവെപ്രാളം കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന താമരപ്പൂവ് ഭഗവാന് സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഇതാണ് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ താല്പര്യം. അപ്പോൾ ആനയുടെ കാലുമ മുതല പിടിച്ചതൊന്നുമല്ല കഥ, നമ്മുടെ തന്നെ കഥയാണ് ഭാഗവതം എന്നറിഞ്ഞാലേ ഭാഗവതം ആസ്വാദ്യമാവുള്ളൂ. ഭഗവാന്റെ കഥകളുടെ രൂപത്തിൽ നമ്മുടെ മനുഷ്യജീവന്റെ കഥ പറയുന്നു വേദവ്യാസ മഹർഷി. ഇതാണ് ഗജേന്ദ്രമോക്ഷം കഥ. പിന്നെ 6ാമത്തെ മന്വന്തരം, ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാൻ 1000 കൈകളോടുകൂടി പാലാഴിയെ കടഞ്ഞു പരീക്ഷിത്തെ എന്ന് പറഞ്ഞപ്പോഴാണ് ആ കഥ പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. ദുർവാസാവ് മഹർഷിയുടെ ക്രോധത്തിൽ ദേവേന്ദ്രൻ്റെ കീഴിലുള്ള സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. കഥയൊക്കെ നമുക്കറിയാം. ദുർവാസാവിന് ഗംഭീരമായിട്ടൊരു മാല കിട്ടി, അത് ദേവേന്ദ്രന് കൊടുത്തു. ആന അത് ചവിട്ടി അരച്ച് കളഞ്ഞു. സകലത് നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. ദേവന്മാർ ജരാന്തര ബാധിച്ച വൃദ്ധന്മാരാവട്ടെ, സകല ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശാപം കിട്ടി. ദേവന്മാർ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ടു. നിവൃത്തിയില്ലാതെ അസുരന്മാർ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈ പാലാഴി നിങ്ങൾ കടഞ്ഞോളൂ, മന്ദരപർവ്വതത്തിനെ കടകോലാക്കൂ, വാസുകിയെ കയറാക്കൂ എന്ന്. ആ പർവ്വതത്തിൻ്റെ പേര് മന്ദിരം എന്നാണ് പലരും തെറ്റായിട്ട് ഭാഗവതം വായിക്കുമ്പോൾ മന്ധരം, മന്ധര പർവ്വതം എന്ന് പറയണം. മന്ധര രാമായണത്തിലാണ്, ഇത് മന്ദിരം, ചന്ദനം എന്നെഴുതുന്നത് മന്ദിരപർവ്വതമാണ്. ആ മന്ദിരപർവ്വതത്തിനെ കടകോലാക്കിക്കോളൂ, വാസുകിയെ കയറാക്കിക്കോളൂ. നിങ്ങൾക്ക് തന്നെ പറ്റില്ല ദേവന്മാരെ, നിങ്ങൾ ബലഹീനരാണ്, അസുരന്മാരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അസുരന്മാരടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. മഹാബലിയാണ് അവരുടെ ചക്രവർത്തി. മഹാബലി ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര ആ സൂത്രമൊക്കെ കയ്യിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് അമൃത് കിട്ടാനല്ലേ, യൗവനം തിരിച്ച് കിട്ടാനല്ലേ, എനിക്ക് അങ്ങയുടെ വെള്ളക്കുതിരയെ തരണം, ഉച്ചൈശ്രവസ്, അതിനെ പ്രതിഫലമായിട്ട് തരാമെന്നുണ്ടെങ്കിൽ സമ്മതിക്കാം. അങ്ങനെ സമ്മതിച്ചു. വലിയ ഭാരമുള്ള മന്ദരപർവ്വതം എടുത്തുകൊണ്ട് വന്നപ്പോൾ ദേവന്മാരുടെ പിടിവിട്ട് കുറെ ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽപ്പെട്ട ചതഞ്ച് ചമ്മന്തിയായി. ഭഗവാൻ ഈഷയ അമൃതപരിഷിണ്യ, നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ സുദർശനം നോട്ടം കൊണ്ട് ദേവന്മാരെയൊക്കെ ജീവിപ്പിച്ചു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും പാലാഴിയിൽ മന്ദരപർവ്വതത്തിനെ കടയാനായിട്ട് തുടങ്ങി. ഒരു കുഞ്ഞോളം പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മന്ദരപർവ്വതം താഴേക്ക് പോകാൻ തുടങ്ങി. ദേവന്മാരുറക്കെ നിലവിളിച്ചു, ഭഗവാനെ ആശ്രയിച്ചു. കൃത്വാവപുക്കച്ഛപമദ്ഭുതം മഹൽ, 1,00,000 യോജന വലിപ്പമുള്ള മഹാകൂർമ്മമായിട്ട് അവതരിച്ച് ഭഗവാൻ മന്ദരപർവ്വതത്തിനെ പൊക്കി നിർത്തി. എന്നിട്ടും വെള്ളത്തിന് ചലനമുണ്ടായില്ല. ഇവരെ കൊണ്ടാവില്ല എന്നറിഞ്ഞ ഭഗവാൻ അജിതൻ എന്ന അവതാരം എടുത്തു. 1000 കൈകളോടുകൂടി മേഘശ്യാമ എന്ന രീതിയിൽ ആ വലിയ മന്ദരപർവ്വതത്തിന് തൊട്ടടുത്ത് മറ്റൊരു പർവ്വതം പോലെ ജൈത്രാർദ്ധർജഗത് അഭയഗർദ്ദശൂകം ഗൃഹീത്വാ മഥനന്മഥ്ന പ്രതികീവാ ശോഭതാദ്രി. മന്ദരപർവ്വതത്തിന് സമീപത്ത് മാധവ പർവ്വതമായിട്ട് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ ശക്തി വന്നപ്പോഴാണ് സമുദ്രം കലങ്ങി മറിഞ്ഞ പ്രക്ഷുബ്ധമായി തീർന്നത്. തിമിംഗലങ്ങളും സ്രാവുകളും മകരമത്സ്യങ്ങളും എല്ലാമുള്ള സമുദ്രം പ്രക്ഷുബ്ധമായി. ആദ്യം കലങ്ങി പൊങ്ങി വന്നത് കാളകൂടം എന്ന ഭീകരമായ വിഷമാണ്.
ആളുന്ന തീയിനേക്കാളും ഭയങ്കരം കാളകൂടം വിഷം വന്നു പൊങ്ങി. ഇതിപ്പോൾ ത്രൈലോക്യത്തിൽ വീണാൽ നശിക്കും. ത്രൈലോക്യത്തിൽ വീണ് കഴിഞ്ഞാൽ ത്രൈലോക്യം മുഴുവൻ കത്തിച്ചാമ്പലാവും എന്നുള്ളത് കൊണ്ട് എല്ലാവരും മമ്മിയൂരപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ശൃംഗവരുദേവന് മഹാദേവന് ആ കയ്യിലും കൂടെ മേടിച്ചു. ശരണം സദാശിവം. ഭഗവാനെ, അവിടുന്നാണ് സംഹാരരുദ്രൻ. എല്ലാത്തിനെയും സംഹരിക്കാൻ അവിടത്തേക്ക് സാധിക്കുള്ളൂ. ഇതിനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. താമസം ഉണ്ടായില്ല. ആ ജലകൽമഷം സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്ന കാളകൂട വിഷത്തിനെ മഹാദേവൻ കയ്യിലെടുത്തു. ഒരു ഗൃഹസ്ഥൻ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും തൻ്റെ ധർമ്മപത്നിയുമായിട്ട് ആലോചിക്കണം എന്ന ഗൃഹസ്ഥാശ്രമധർമ്മം മഹാദേവനോടെ കാണിച്ചു തരും. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രത്നങ്ങൾ. വാഗർത്ഥായുവ സമ്പൃക്തവും പലതവണ കണ്ടതാണ്. ലോകത്തിലെ ഐഡിയൽ കപ്പിൾ എന്ന് പറഞ്ഞാൽ പാർവതി പരമേശ്വരന്മാരാ. മഹാദേവൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും പാർവതിയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. കാരണം ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് പത്നിയുടെ ആ സഹകരണം കൊണ്ടാണ്, സഹായം കൊണ്ടാണ്. അപ്പോൾ പതി പത്നി ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും പവിത്രമായുള്ള ബന്ധം. അതുകൊണ്ട് പത്നിയോട് ചോദിക്കണം. അഹോദബലഭവാന്യേതൽ പ്രജാനാം പശ്യവൈസം ക്ഷീരോദമദനദ്ഭൂതാൽ കാളകൂടാതുപസ്ഥിതം. കാളകൂട വിഷം പൊങ്ങി വന്നു. ദാ ജനങ്ങൾ കൂടെ മയങ്ങി വീണു. ഇത് ഞാൻ കഴിച്ചോട്ടെ, അയ്യോ എന്നെ വിധവയാക്കല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ വിഴുങ്ങിയാൽ ഞാൻ വിധവയാവില്ലേ? പാർവതി ദേവി വന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചു ഇറക്കാണ്ടിരിക്കാൻ. പുറത്തേക്ക് തുപ്പിയാലോ ലോകം മുഴുവൻ നശിക്കില്ലേ? ഗുരുവായൂരപ്പൻ വന്ന് വായ പൊത്തിപ്പിടിച്ചു. ഇത് ഭാഗവതത്തിൽ ഇല്ല കേട്ടോ. സിനിമയിലും സീരിയലിലും മറ്റ് വീക്കിലികളിലൊക്കെ കാണും. ഭാഗവതം സമ്മതിക്കില്ല. മഹാദേവന്റെ മഹാത്മ്യം മറ്റാരേക്കാൾ നന്നായി അറിയാവുന്ന മഹാദേവി പറഞ്ഞു, കഴിച്ചോളൂ മഹാദേവ പ്രഭാവജ്ഞമോദതാമ. മഹാദേവന്റെ മഹാത്മ്യം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആരാ? തരു പകുതി പ്രേമപൂർവ്വം പകുത്തു ഓർത്താളാണ്. മഹാദേവിക്കല്ലേ അറിയുള്ളൂ. മഹാദേവ അങ്ങ് സംഹാരത്തിനാണ്. ഈ ത്രൈലോക്യത്തിനെ മുഴുവൻ സംഹരിക്കാൻ കഴിവുള്ള അങ്ങേക്ക് ഈ വിഷം പ്രശ്നമാകുമോ? കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനെ കഴിച്ചു. വയറ്റിലേക്ക് ഇറങ്ങിയാലല്ലേ ചാവുമെന്ന് സംശയമുള്ളൂ. കഴുത്തിൽ ഇവിടെ ഒരു ID മാർക്കായിട്ട് നമ്മുടെ SSLC ബുക്കിൽ ഇല്ലേ, ഒരു ബ്ലാക്ക് മോൾ ഓൺ ഐബ്രോ എന്നൊക്കെ പറയുന്നത് പോലെ മഹാദേവന്റെ ID മാർക്ക് കഴുത്തിൽ. കാലാരിദേവനോ വന്നു തുടങ്ങിയിട്ടു നീലകണ്ഠനെന്നു പേരു വന്നു. മഹാദേവൻ അന്ന് തൊട്ടാണ് നീലകണ്ഠനായിട്ട് ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറമുള്ള ലോഹിതവർണ്ണമായ ഭഗവാൻ നീലലോഹിതനായി അന്ന് തൊട്ട്. പക്ഷേ കഷ്ടകാലത്തിന് നമ്മൾ കാണുന്ന മഹാദേവന്റെ ചിത്രം മുഴുവൻ നീല ശരീരിയായിട്ടാണ്. സ്വർണ്ണ നിറമുള്ള ശരീരവും കഴുത്ത് മാത്രം നീലയായിട്ട് ഒരു ചിത്രവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ശൃംഗപുരത്ത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനത്തെ ചിത്രം കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരണം. മഹാദേവൻ നീലകണ്ഠനായിട്ട് ഒരു ചിത്രവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കഷ്ടകാലമാവും. ഇതിൽ അങ്ങനെ ചിത്രം കാട്ടുകയാണെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഒന്ന് അയച്ചു തരണം. കാരണം എല്ലാവരും ധാരണ മഹാദേവൻ നീല നിറമാണ് ആപാദചൂടെന്ന. നീലകണ്ഠൻ എന്നാ പേര്. ശിതികണ്ഠൻ എന്നൊക്കെ പറയും. ഈ മഹാദേവൻ അങ്ങനെ കാളകൂട വിഷം കഴിച്ച് രക്ഷിച്ചു ലോകത്തിനെ. പിന്നീടാണ് ഓരോരോ സാധനങ്ങൾ പൊങ്ങി വന്നു. കാമധേന പൊങ്ങി വന്നു, ദേവലോകത്തേക്ക് ഋഷിമാർ കൊണ്ടുപോയി. കൽപവൃക്ഷം പൊങ്ങി വന്നു, ദേവന്മാർ കൊണ്ടുപോയി. അപ്സരസ്ത്രീകൾ വന്നു, സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോയി. ഉച്ചൈ സർവസ് പൊങ്ങി വന്നപ്പോൾ നേരത്തെ കണ്ടീഷൻ അനുസരിച്ച് മഹാബലിക്ക് കൊടുത്തു. പിന്നീട് പാരിജാതം പൊങ്ങി വന്നു, ദേവലോകത്തേക്ക് കൊടുത്തു. ചന്ദ്രക്കല പൊങ്ങി വന്നു, അത് നമ്മുടെ ശൃംഗപുരത്ത് ദേവർക്ക് കൊടുത്തു. ശീതാംശരഭവൽ തസ്മിൻ. ചന്ദ്രക്കല സ്വീകരിച്ച് ഭഗവാൻ ചന്ദ്രചൂടനായി അന്ന് മുതൽ കൈലാസത്തിലേക്ക് പോയി. ഉമാദേവിയോട് പറഞ്ഞു, നമുക്ക് പോവാം, ഇനി നമുക്കിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഗുരുവായൂരപ്പൻ കൈകാര്യം ചെയ്തോളും. മഹാദേവൻ കാളപ്പുറത്ത് കയറി കൈലാസത്തിലേക്ക് പോയി. ഇവിടെ മഥനം തുടരുകയാണ്. വേണ്ട സാധനം അപ്പോഴും വന്നില്ല. അപ്പോഴേ കാണായി സുന്ദരി മാർമണി ഇന്ദിരാദേവി എഴുന്നള്ളത്ത്. 2 കൈകളിൽ താമരപ്പൂക്കളും മറ്റ് 2 കൈകളിൽ വരണമാല്യവുമായിട്ടാണ് വരണത്. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? 33 കോടി ദേവന്മാരുണ്ട്, 61 കോടി അസുരന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, സിദ്ധന്മാര്, ചാരന്മാര് എന്ന് വേണ്ട കോടാനുകോടി ആൾക്കാർ. ഇവരിൽ ആരെയാണ് ഭരിക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ ഒന്ന് ന്യൂനതകൾ ഓരോരുത്തർക്കും ഉണ്ട്. നോക്കിയപ്പോൾ ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായിട്ട് ഗുരുവായൂരപ്പൻ നിൽക്കണു. ആ ഗുരുവായൂരപ്പൻ്റെ കഴുത്തിലുള്ള മാലയിട്ടു. അങ്ങനെ ലക്ഷ്മി സ്വയംവരം കഴിഞ്ഞു. പിന്നീടാണ്
വാരുണി ദേവി പൊങ്ങി വന്നത്, മദ്യത്തിൻ്റെ ദേവത. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എല്ലാവരും പറഞ്ഞു എനിക്ക് വേണ്ട. ദേവന്മാർ പറഞ്ഞു വേണ്ട, യക്ഷന്മാർ പറഞ്ഞു വേണ്ട, മഹർഷിമാർ പറഞ്ഞു വേണ്ട, ആർക്കും വേണ്ട. അസുരന്മാരോട് നിങ്ങൾക്ക് ആർക്കും വേണ്ട, എങ്ങോട്ട് വന്നേക്കൂ, ഞങ്ങൾ സ്വീകരിച്ചോളാം. അങ്ങനെ മദ്യത്തിനെ സ്വീകരിച്ചു അസുരന്മാർ. ഭാഗവതം കാണിക്കുക, ഈ മദ്യത്തിനെ സ്വീകരിക്കുന്നവരാരാ? അസുരന്മാരാ. ഇത് ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആസുരഭാവം പുറത്തേക്ക് അങ്ങോട്ട് വരും. മനുഷ്യനെ തിരിയക്കാക്കും പൈശാചിക രസായനം എന്നാണ്. ഇതുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പലർക്കും പറക്കണമെന്ന് തോന്നും. നമ്മൾ കണ്ടിട്ടില്ലേ, കാട്ടിലും തോട്ടിലും ഓടയിലൊക്കെ കിടക്കുന്ന ഇഴജന്തുക്കളായിട്ട് കിടക്കണ കാണാം. അങ്ങനെ ആ പൈശാചിക രസായനമായിട്ട്. പക്ഷേ ഒരു മെച്ചമുണ്ട് കേട്ടോ, ഈ വാരുണി ദേവിയുടെ ഭക്തന്മാർ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെക്കാളും വളരെ ഡിസിപ്ലിൻഡാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ ഇടിയുണ്ടെങ്കിലും വാരുണി ദേവിയുടെ അമ്പലത്തിൽ നോക്കിക്കോളൂ, എന്താ രസമായിട്ട് ആ ക്യൂ നിൽക്കണമെന്ന്. ഒരു പ്രശ്നമില്ല, ഒറ്റ ലൈനേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ കൊടുങ്ങല്ലൂരമ്മയും കാണാനല്ലേ ആൾക്കാർ ഇടി, വാരുണി ദേവിയുടെ അമ്പലത്തിൽ ഒറ്റ ക്യൂ ഉള്ളൂ, ഒറ്റ വരിയുള്ളൂ. അതെന്താ കാരണം? ഈ വാരുണി ദേവിയോടുള്ള പ്രേമം കൊണ്ട്. അങ്ങനെ അസുരന്മാർ സ്വീകരിച്ചു. പിന്നീടാണ് ശംഖം ചക്രം ജലോകാം അമൃതകുംഭം ചതുർഭി എന്ന രീതിയിൽ അമൃതകലശവുമായിട്ട് നെല്ലുവായി തേവർ വന്നത്. നെല്ലുവായി തേവർ വന്നതായിട്ട് നാലാമത്തെ അവതാരം ഭഗവാൻ, മൂന്നാമത്തെ അവതാരം ഭഗവാന്റെ. ആദ്യം കൂർമ്മം, പിന്നെ അജിതൻ, പിന്നെ ധന്വന്തരി. ഇതാ ദേവന്മാരെ, നിങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് അമൃതകലശം ദേവന്മാരെടുത്ത് നീട്ടിയപ്പോഴേക്കും വൃദ്ധന്മാരായുള്ള ദേവന്മാർ വരുമ്പോഴേക്കും മിടുക്കന്മാരായുള്ള അസുരന്മാർ ഇത് അപഹരിച്ചോണ്ട് ഓടിപ്പോയി. ഇത് കർത്തവ്യഥാമൂഢന്മാരായിട്ട് നിൽക്കുക ദേവന്മാർ. അസുരന്മാർക്ക് അമൃത് കിട്ടിക്കഴിഞ്ഞാൽ ലോകം ബാക്കി വെച്ചേക്കുവോ? എൻ്റെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദേവന്മാർ മുഴുവൻ കരച്ചില്. ഭഗവാൻ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഷോള് തലയിൽ കൂടി ഒന്ന് എടുക്കും. മോഹനൻ മോഹിനി ആയി. ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് പെടുന്നു. ലോകത്തിൽ ഇത്രയും വലിയ വേഷം കെട്ടുകാരൻ, ഫാൻസി ഡ്രസ്സുകാരൻ ഭഗവാൻ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആരുമില്ല. കുറ്റാണോ ഇന്നലെ നരസിംഹാവതാരം കണ്ടിട്ട് പട്ടേരിപ്പാട് വിളിച്ചത് ഏവം നാടിതര ഉദ്രചേഷ്ടിത വിഭോന്ന? ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻസി ഡ്രസ്സുകാരാ, അങ്ങേക്ക് നമസ്കാരം. സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡേ വേണ്ടിയുള്ളൂ. കഴുത്തി കിടക്കുന്ന ആ ഷോൾ തലയിൽ ഇട്ടപ്പോഴേക്കും മോഹനൻ മോഹിനി ആയി. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തനാരതോപി മധുരം മാധുര്യധുര്യാദഭി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. പട്ടേരിപ്പാടിന് പറഞ്ഞിട്ടും തീരുന്നില്ല. അത്ര ത്രൈലോക്യമോഹനമായ രൂപം. പട്ടേരിപ്പാടൊക്കെ കളിയാക്കി പറയാ, അസുരന്മാര് പീയൂഷകുംഭകലഹം പരിമുച്ച സർവേ തൃഷ്ണാകുല പ്രതിയു ത്വദുരോജ കുംഭേന. ഈ മോഹിനിയോട് കണ്ടപ്പോഴേക്കും അമൃതകലശത്തിന്റെ കാര്യമൊക്കെ മറന്നു. ഈ പെണ്ണിനെ എങ്ങനെയാ സ്വന്തമാക്കുക? ഓടി വന്നു. അതെ, ആരാ നീ? എന്താ നിന്റെ പേര്? ഞാൻ ശ്രീയുടെ സഖിയാണ്. ഭഗവാൻ സത്യല്ലേ പറഞ്ഞത്? ശ്രീയുടെ സഖിയാണ്. താം ശ്രീ സഖി കനകകുണ്ടലചാരുകർണനാസാകപോലവദനാം. എന്താ പേര്? പരദേവതാഖ്യാം. എല്ലാവരുടെയും പരദേവതയല്ലേ ഗുരുവായൂരപ്പൻ. ഭഗവാൻ സത്യവാക്കാണ്, സത്യം പറഞ്ഞുള്ളൂ. വിഭജസ്വ യഥാന്യായം. ഈ അമൃതകലശം കിട്ടിയപ്പോഴേക്കും അവിടെ ലഹളയായി ആൾക്കാർ. ഭഗവാന്റെ മായ കൊണ്ട് അഹംപൂർവം ഞാൻ കഴിക്കാം, ഞാനല്ലേ കാരണവര്, ഞാൻ ആദ്യം കഴിക്കാം. അപ്പോൾ വേറൊരുത്തം പറഞ്ഞു ഞാനല്ലേ ഏറ്റവും കൊച്ചുകുട്ടി, ഞാൻ കഴിക്കാം. അപ്പോൾ വേറൊരുത്തം പറഞ്ഞു ഞാനല്ലേ മുമ്പിൽ നിന്ന് വിളിച്ചത്, ഞാൻ കഴിക്കാം ആദ്യം. ലഹളയായി. ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ട്, ഞങ്ങൾക്കൊന്ന് ഇത് വിഭജിച്ച് തരുമോ എന്ന് മാത്രമല്ല, ഞങ്ങളൊരാൾ കല്യാണം കഴിക്കണം. ഭഗവാൻ തലയിൽ കൈവച്ച് 66 കോടി അസുരന്മാരെ ഞാനൊരു പെൺകുട്ടി കല്യാണം കഴിക്കും. നിങ്ങൾ എന്ത് വീട്ടിൽ പറയണേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2 വരിയായിട്ടിരിക്കും. ഒരു വരി ദേവന്മാരും മറ്റേ വരി അസുരന്മാരും. കണ്ണടച്ച് വായ തുറന്നിരിക്കണം. ഞാൻ അമൃത് വിളമ്പിത്തരാം. ആരാണോ ലാസ്റ്റ് കണ്ണ് തുറക്കണേ അവനെ ഞാൻ കല്യാണം കഴിക്കാം. അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കണ്ണു നോക്കുമോ? എല്ലാവരും കണ്ണടച്ച് വായ തുറന്നിരുന്നു. ഭഗവാൻ ആ പൊന്നിൻ ചിലമ്പുകൾ കുലുക്കിക്കൊണ്ട് മജാരസമായ ശരീരത്തിനെ കുലുക്കിക്കൊണ്ട് അമൃത് കൊടുത്തു. ദേവന്മാർക്ക് മാത്രം. സ്വർഭാനു എന്നൊരു അസുരന് സംശയം തോന്നി, ഈ പെണ്ണുപിള്ള അത്ര ശരിയല്ല, എന്തൊരു സൂത്രമുണ്ട്. അസുരന്മാരുടെ ഭാഗത്തു നിന്ന് കഴിക്കണ ഒച്ച കേൾക്കാനില്ല, മറ്റേ സൈഡിൽ നിന്ന് പാലട കഴിക്കണ ഒച്ച കേൾക്കാനുമുണ്ട്. അപ്പം അതൊക്കെ കണ്ണ് പൊളിച്ച് നോക്കിയപ്പോൾ ദേവന്മാർക്ക് മാത്രം കൊടുക്കുക. അമ്പടി അതിശയം. ഒരു സെക്കൻഡ് കൊണ്ട് ഭഗവാനെ പറ്റിച്ചു എന്ന് വിചാരിച്ച് വേഷം മാറി ദേവന്മാരുടെ പങ്ക്തിയിൽ വന്നിരുന്നു. പക്ഷേ
മായാവിയായിട്ട് ഭഗവാനെ പറ്റിക്കാൻ പറ്റുമോ? ഭഗവാൻ 2 CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു സൂര്യനും ചന്ദ്രനും. അവർ പറഞ്ഞു കൊടുത്തു, അവൻ അസുരനാ, ദേവനല്ലാന്ന്. അമൃത ഒഴിച്ച് കൊടുക്കേണ്ട താമസം ആണിത് പറഞ്ഞത്. ഒറ്റപ്പെട്ട് 2 പീസ് രാഹു കേതുക്കളാണ് ഉണ്ടായത്. സൂര്യചന്ദ്രന്മാരല്ലേ പറഞ്ഞു കൊടുത്തേ, രണ്ട് ഇടയ്ക്ക് അവരെ വന്നെങ്കിൽ ഗ്രസിക്കും. അതാണ് ഇതിലെ ഗ്രഹണം. വായക്കട വിഴിഞ്ഞാൽ ഇവിടെ ഓപ്പണാണ്, കഴുത്ത് പുറത്തേക്ക് വരും. കുറച്ച് നേരത്തേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ദേവന്മാർക്ക് ഇത് കിട്ടി, അമൃത കിട്ടിയിട്ട് അവർ അതീവ ശക്തന്മാർ തേജസ്വികളായിട്ട് മാറി. കിട്ടാത്ത അസുരന്മാർ യുദ്ധത്തിന് വന്നു. ഗംഭീരമായുള്ള ദേവാസുര യുദ്ധം. അതിൽ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി കൊല്ലപ്പെട്ടു. ആ സമയത്ത് ബ്രഹ്മാവ് വന്ന് പറഞ്ഞു, യുദ്ധം നിർത്താൻ പറയൂ നാരദ. നാരദൻ 2 സൈന്യത്തിൻ്റെ നടുക്ക് വന്ന് നിന്നു. ദേവന്മാരോട് പറഞ്ഞു, ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയേ. ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അമൃത് കിട്ടിയില്ലേ, സകല ഐശ്വര്യം തിരിച്ചു കിട്ടിയില്ലേ, യുദ്ധത്തിൽ നിന്ന് മാറൂ. അങ്ങനെ ദേവാസുര യുദ്ധം അവിടെ അവസാനിച്ചു. ശ്രീനാരദ മഹർഷി അവിടുന്ന് നേരെ പോയത് കൈലാസത്തിലേക്കാണ്. മമ്മിയൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മിയൂരപ്പ കഷ്ടമുണ്ട് കേട്ടോ, ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് നിന്ന ആളല്ലേ അങ്ങ്. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ പെൺവേഷം കണ്ടോ, ആ ഫാൻസി ഡ്രസ്സ് കാണേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മഹാലക്ഷ്മിക്ക് റണ്ണറപ്പേ കിട്ടിയിട്ടു. മിസ് യൂണിവേഴ്സ് പട്ടം ഗുരുവായൂരപ്പൻ്റെ പെൺവേഷത്തിനാണ് കിട്ടിയത്. കണ്ടിട്ടുണ്ടോ? സമ്മോഹനം മോഹനൽ. നാരദ മഹർഷിയുടെ വിവരണങ്ങൾ കേട്ടപ്പോൾ മമ്മിയൂരപ്പന് ഇരിക്കപ്പെടുന്നില്ല. എനിക്ക് ഇപ്പം കാണണം എന്ന് പറഞ്ഞ് കാളപ്പുറത്ത് കയറി. ഭർത്താവ് എങ്ങോട്ടിൽ പോവുകയാണെങ്കിൽ അപ്പം ഭാര്യമാരുടെ ചോദ്യമുണ്ട്, എങ്ങോട്ടാ പോണേന്ന്. അപ്പം ചോദിച്ചു, പാർവതി എങ്ങോട്ടാ പോണേന്ന്. ഗുരുവായൂരപ്പൻ്റെ പെൺവേഷനാണ്. എന്നാൽ ഞാനുണ്ട്. നമ്മൾ പുറപ്പെട്ടു. ഭൂതഗണങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങളുണ്ട്, ഞങ്ങൾക്ക് കാണണം. വേഗം ഗുരുവായൂർ ചെന്നു മമ്മിയൂരപ്പൻ. ഗുരുവായൂരപ്പ അവതാരമയാദിഷ്ട. അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ, മത്സ്യകൂർമ്മം, വരാഹമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഒരു പെൺവേഷം കിട്ടിയെന്ന് ശ്രീനാരദ മഹർഷി പറയണു. എനിക്ക് അത്ര വിശ്വാസം പോരാ. നാരദ മഹർഷി ശുദ്ധ പൊളിയും പറയും, എത്തെ യോഷകമുദ്ധൃതം, അങ്ങയുടെ സ്ത്രീവേഷം കാണണം. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞത്രേ, കുഞ്ഞന്മാനി കൂടെയുള്ളപ്പോൾ എങ്ങനെ നാരിയാവൂ ഞാൻ. പാർവതി ദേവി കൂടെയില്ല, ഒരു പെണ്ണ് കൂടെ ഉള്ളപ്പോൾ ഞാനെങ്ങനെയാ പെൺവേഷം കിട്ടുക? അങ്ങ് തിരിച്ചു പൊക്കോളൂ, ഞാൻ കാണിച്ചോളാം. മഹാദേവന് സങ്കടമായി. പൊക്കോളൂ, പ്രാമിസ്, ഞാൻ കാണിച്ചു തന്നോളാം. മഹാദേവൻ തിരിച്ചു ഉമാദേവിയുടെ കൂടെ കൈലാസത്തിലേക്ക് പോയി. ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെയാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഒരു വ്യത്യാസം, ചന്ദ്രചൂടൻ ഗമിക്കും മാർഗത്തിൽ നന്ദനമെന്നൊരു ധ്യാനം. ഇങ്ങോട്ട് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോയപ്പോൾ മനോഹരമായ വൃക്ഷലതാദികളും പുഷ്പങ്ങളും പക്ഷികളും കളകളാരം ഒഴുക്കുന്ന ആ അരുവികളും അങ്ങനെയുള്ള അതിസുന്ദരമായ കാമോദ്ദീപകമായിരിക്കുന്ന ഒരു ഉദ്യാനം. തഥോദർശോപമന്നേവരസ്ത്രിയം വിചിത്ര പുഷ്പാരുണവല്ലഭദ്രുമേ വിക്രീഡതീം കന്ദുകലീലയാലസദ്ദുകൂലപര്യസ്തനിതംബമേഖലാം. അതിസുന്ദരിയായുള്ള ഒരു പെൺകുട്ടി പന്തടിച്ച് കളിക്കണോ. തൊട്ടടുത്ത് ഉമാദേവി ഉണ്ടെന്നോ ഭൂതഗണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മറന്നു. കാളപ്പുറന്ന് ഒറ്റ ചാട്ടം, ഒറ്റ ഓട്ടം. ആ പെൺകുട്ടി അടുത്തപ്പോൾ അവൾ വീണ്ടും ഓടി ദൂരത്തേക്ക്. മഹാദേവൻ അടുത്തപ്പോൾ പിന്നെയും ദൂരത്തേക്ക് ഓടി. എല്ലാവരുടെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞ് ഏകാന്തമായൊരു മൈതാനത്തിൽ 3-4 വൃക്ഷങ്ങളുണ്ട് അവിടെ. അവിടെ ചെന്നപ്പോൾ അവളുടെ തലമുടിക്കെട്ട് അഴിഞ്ഞു. ഇടത്തെ കൈ കൊണ്ട് തലമുടി പിടിച്ച് വലത്തെ കൈ കൊണ്ട് പന്തടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴാണ് ഭഗവാന്റെ മായ കൊണ്ട് കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം സംഭവിച്ചു. വസ്ത്രങ്ങൾ നേരെയാക്കണോ, പന്തടിക്കണോ, തലമുടിക്കെട്ട് പിടിക്കണോ എന്ന് സംശയമായി. മഹാദേവൻ മുൻപിൻ ആലോചിക്കാതെ ഓടി ചെന്ന കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസൂര്യ ചെന്നിട്ട് കെട്ടിങ്ങോട്ട് പിടിച്ചു. കെട്ടിപ്പിടിച്ചതേ ഓർമ്മയുള്ളൂ. അവിടെ ഉദ്യാനവും ഇല്ല, പക്ഷിമൃഗാദികളും ഇല്ല, സസ്യലതാദികളും ഇല്ല, കളകളാരവോ ഇല്ല, ചിത്രശലഭങ്ങളും ഇല്ല, ഒന്നുമില്ല. മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുക. മമ്മിയൂരപ്പൻ്റെ ഭസ്മം ഗുരുവായൂരപ്പൻ്റെ മേത്തുണ്ട്, ഗുരുവായൂരപ്പൻ്റെ കളഭം മമ്മിയൂരപ്പൻ്റെ മേത്തുണ്ട്. ഗുരുവായൂരപ്പൻ ചോദിച്ചു, മമ്മിയൂരപ്പ എന്താ ഇവിടെ? അപ്പോഴാ മനസ്സിലായി, ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ മായയിൽ പെടുത്തിയതാണ്. മമ്മിയൂരപ്പൻ പറഞ്ഞു, ഗുരുവായൂരപ്പ അവിടുത്തെ മായ അപാരം തന്നെ, എന്നെ പോലും മോഹിപ്പിച്ചു. ഗുരുവായൂരപ്പൻ തിരിച്ചും ഒരു കോംപ്ലിമെൻറ്റ് കൊടുത്തു. എൻ്റെ മായയിൽ നിന്ന് ഇതേവരെ ആരും രക്ഷപ്പെട്ടില്ല, അങ്ങ് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മഹാദേവ, അങ്ങേക്ക് അനന്തകോടി നമസ്കാരം. കപടയുമതിവേഷോ മോഹയൻ യസ്സുരാരി തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നമസ്കരിക്കുന്നു ശ്രീശുഖബ്രഹ്മർഷി. പിന്നീടാണ് 7ാമത്തെ മന്വന്തരം. ഇപ്പോൾ നടക്കുന്ന മന്വന്തരം വൈവസ്വത മന്വന്തരത്തിൽ ഭഗവാൻ വാമനനായിട്ട് വേഷം കിട്ടി
മഹാബലിയുടെ കയ്യിൽ നിന്ന് ത്രൈലോക്യത്തിനെ അപഹരിച്ചു പരീക്ഷത്തെ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷിച്ച് ചോദിച്ച് അങ്ങല്ലേ പറഞ്ഞത് പാലാഴി മഥനത്തിന് ശേഷമുള്ള ദേവാസുര യുദ്ധത്തിൽ മഹാബലി കൊല്ലപ്പെട്ടു എന്ന്. ഈ മരിച്ച ആളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഈ ഭൂമി സ്വീകരിക്കുന്നത്? 9 അധ്യായങ്ങളിലായിട്ട് ആ ഭഗവാന്റെ വാമനാവതാരം പറയുന്നു. നമ്മളായിരിക്കുന്ന മലയാളികൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഓണത്തിൻ്റെ ചരിത്രം 9 അധ്യായത്തിൽ പറയുന്നു വാമനാവതാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചദശോऽധ്യായ. രാജോവാച ബലേ പദത്രയം ഭൂമി തസ്മാം ഹരിരയാചതാ ഭൂത്വേശ്വര കൃപണമല്ലബ്ധാർത്ഥമപി പദന്ധതം ഏതൽവേദുമിച്ഛാമഃ മഹൽ കൗതൂഹലം ഹിന യാജ്ഞീശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപ്യനാഗസഃ ശ്രീശുഭോ